രവി പറയും. തുടങ്ങിയേക്കാം. ഇൻ്റർവെല്ലിന് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും പറഞ്ഞൊരു പെശക് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അതോടെ അങ്ങ് തിരുത്തിയേക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ പെശക് പറ്റിയെന്ന് പറഞ്ഞ രണ്ടുപേരെ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല. അവരില്ലാതെ പറയുമ്പോൾ അത് പരദൂഷണമാകുമോ എന്നുള്ള സംശയം. പിന്നെ പെശകാണോ എന്ന് ചോദിക്കാൻ പറ്റിയ ആളും അകത്തിരിപ്പില്ല. കാരണം അവർ പറഞ്ഞത് നിങ്ങളെയൊക്കെ രവിസാർ വിളിച്ചു വരുന്നത് രവിസാറിൻ്റെ ക്ലാസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്വാമിയുടെ ക്ലാസ് ആയിപ്പോയി. ഇവിടെ വെച്ച് ഒരു ക്ലാസ് എടുക്കണമെന്ന് രവിസാറിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനാണ് വിളിച്ചു വരുത്തിയതെന്നാണ് അവരുടെ അഭിപ്രായം. അത് സ്വാമി പറ്റിച്ചു എന്നാണ് പറഞ്ഞത്. കേക്ക് ചോദിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇരിപ്പില്ല, പറഞ്ഞയാൾ ഇരിപ്പില്ല. സാക്ഷിയായിട്ട് ചോദിക്കാവുന്ന ആൾ വരുന്നുണ്ട്. കാരണം തൻ്റെ കൂടെ വന്നുകൊണ്ട് ഇങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് തന്നോട് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുമെങ്കിലും ഉഴിഞ്ഞയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് കറുകയാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ആൽഫബറ്റിക് ഓർഡറിൽ എടുത്തേക്കാമെന്ന് വിചാരിച്ചാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നും സസ്യങ്ങൾക്ക് ദേവതയുണ്ടെന്നും സസ്യങ്ങൾക്ക് മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കാൻ അതിൻ്റെ സ്പർശനം, ദർശനം മുതലായവ കൊണ്ട് കഴിവുണ്ടെന്നും ലോകത്തോട് ആദ്യമായി സംസാരിച്ചിട്ടുള്ള ശാസ്ത്രം ഭാരതീയൻ്റെതാണ്. പക്ഷെ അത് പഠിക്കുന്നതിന് പകരം മോഡേൺ ബോട്ടണി പഠിക്കാൻ പോകുന്ന പലരും തെറ്റിദ്ധരിക്കുന്നത് ഭാരതീയർ സസ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെന്നും ആദ്യമായി സസ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചത് പാശ്ചാത്യനാണെന്നും അതുകൊണ്ടാണ് ടാക്സോണമിയൊക്കെ ഉണ്ടായതെന്നും ഒക്കെ തെറ്റിദ്ധാരണയിലാണ്. എല്ലാ സസ്യങ്ങളുടെയും കുലം, അതിൻ്റെ നാമം, അതിലെ അനേക നാമങ്ങൾ, പര്യായവാചികളായ അനേക നാമങ്ങൾ. ഒന്ന്, അതിൻ്റെ രൂപവിവരണം തരുന്ന നാമങ്ങൾ. രണ്ട്, അതിൻ്റെ ഗുണം തരുന്ന നാമങ്ങൾ. മൂന്ന്, അതിൻ്റെ വിഭാഗം തരുന്ന നാമങ്ങൾ. നാല്, അതിൻ്റെ ദേശത്തെ കാണിക്കുന്ന നാമങ്ങൾ, പ്രാദേശിക തലം കാണിക്കുന്ന നാമങ്ങൾ. അഞ്ച്, അതിൻ്റെ ആയുർവേദ പ്രാധാന്യം തരുന്ന നാമങ്ങൾ. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സസ്യനാമങ്ങളുടെ ശേഖരം. ഒരിക്കൽ പോലും അത് ആദ്യമായി കണ്ട ഒരുവൻ, സസ്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഒരുപാടുള്ളതാണ്, അതിനെ ആദ്യ ഒരുത്തൻ കണ്ടു എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തിൽ അവൻ്റെ പേര് ചേർത്ത് ഭാരതീയ സസ്യനാമങ്ങളിൽ ഒരിടത്ത് പോലും നാമമില്ല. ഉദാഹരണത്തിന് സരസ്വതി അരയാൽ പത്ര, ആദിവാസികൾ ക്യാൻസറിന് ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണത്. അമൃതപ്പാല എന്നാണ് അതിൻ്റെ പേര്.
അരയാലിൻ്റെ ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള ചെടിയാണ്. കിഴങ്ങ് നറുനീണ്ടിയുടെ കിഴങ്ങിന് സാദൃശ്യമായ മണമുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ അപൂർവ ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണ് അമൃതപ്പാല. കിട്ടാൻ വളരെ പ്രയാസമാണ്. ധാരാളം കേരളത്തിലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം ഒരു സമയത്ത് ഇത് മുഴുവൻ അങ്ങ് പറിച്ച് നാമാവശേഷമായി. ഇപ്പോഴും അഗസ്ത്യാർ കൂടത്തിനടുത്ത് കുറേയുണ്ട്. അവിടെയാണിതുള്ളത്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ എവിടെയൊക്കെ ഉണ്ട്. സരസ്വതിയാണ് കണ്ടെത്തിയത് എന്നുള്ളത് കൊണ്ടാണ് സരസ്വതി അരയാൽ പത്ര എന്നാണ് അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ് പാശ്ചാത്യരിടുക. ഭാരതീയ ചിന്തയിൽ അതിൻ്റെ പ്രയോജനം മുഴുവൻ ഉൾക്കൊള്ളണം എന്ന് വിചാരിച്ചാണ് അതിൻ്റെ ഗുണത്തെയോ വീര്യത്തെയോ ഒക്കെ ആസ്പദമാക്കി പേരിടൽ കർമ്മം നടന്നിട്ടുള്ളത്. അതും അതിപ്രാചീന കാലഘട്ടത്തിൽ തന്നെ. രാജനിഘണ്ടു, കൈഡരിയാദി നിഘണ്ടു, ധന്വന്തരി നിഘണ്ടു, ഭാവപ്രകാശം, ഇങ്ങനെ ഒട്ടേറെ നിഘണ്ടുക്കളും ഈ രംഗത്തുണ്ട്. ഒട്ടേറെ. പിന്നീടുണ്ടായിട്ടുള്ള സരസ്വതി നിഘണ്ടു, പ്രിയ നിഘണ്ടു, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ സസ്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നവയാണ്. അതിൽ ഭാവപ്രകാശമാണ് ഏറ്റവും ഡീറ്റെയിൽഡായിട്ട് പോയിട്ടുള്ളത്. അത് മാത്രം ഇരുന്ന് പഠിച്ചാൽ പോലും ഒട്ടേറെ കാര്യങ്ങൾ അതിൽ ചികിത്സാശാസ്ത്രം ഉൾപ്പെടെയുണ്ട് ഭാവപ്രകാശമാകുമ്പോൾ. മറ്റുള്ളതിൽ അതുണ്ടാവില്ല. അതുകൊണ്ട് കുലം ഉൾപ്പെടെയാണ് പഠിപ്പിച്ചിരുന്നത്. ഉഴിഞ്ഞ ബേനിലെ കുലത്തിൽപ്പെട്ടതാണ് പ കഴിഞ്ഞുള്ള പ. ഭേനിലെ കുലത്തിൽ ശക്രലത, ഇന്ദ്രവല്ലി, കർണസ്ഫോട ഒക്കെ സംസ്കൃത നാമം. ഇന്ദ്രവല്ലി, ഇന്ദ്രനാണ് ദേവത, അതുകൊണ്ടാണ് ഇന്ദ്രവല്ലി. ആ ദേവതയെ വെച്ചുകൊണ്ടാണ്. ശക്രലത, ശക്രൻ ഇന്ദ്രൻ, ശക്രലത, ഇന്ദ്രവല്ലി. ചെവിക്ക് വളരെ പ്രയോജനപ്രദമാണ്. എണ്ണ കാച്ചി തലയിൽ തേക്കുകയോ ചെവിയിൽ ഉറ്റിക്കുകയോ ചെയ്താൽ കർണരോഗങ്ങളെല്ലാം മാറും. കേൾക്കാത്ത ചെവിയും കേൾക്കുമെന്ന് പറയും ആ ദേവതയെ അനുഗ്രഹിച്ചാൽ. അതുകൊണ്ട് അതിന് കർണസ്ഫോട. അതെല്ലാം സംസ്കൃത നാമധേയങ്ങളാണ്. ബൊട്ടാണിക്കൽ നെയിം കാർഡിയോസ്പേമം. കാർഡിയോസ്പേമം സ്പെല്ലിംഗ് CARDIOSPERMUM, കാർഡിയോസ്പേമം ഹെലിക്കാകാബം. HELICACABUM, ലിൻ, LINN, ബൊട്ടാണിക്കൽ നെയിം. അതൊരു വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന, ഒരു പ്രത്യേക സെക്ഷനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. കാർഡിയോസ്പേമം ഹെലിക്കാകാബം. സപ്പിൻഡേസിയെ ഫാമിലിയാണ് മോഡേൺ ടാക്സോണമിയിൽ. സപ്പിൻഡേസിയെ ഹിന്ദിയിൽ കാൻപുടി, ചെവി കേൾപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കാൻപുടി. തലച്ചോറിനെ വളരെ രക്ഷിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ കപാല പൊടി, കപാല പൊടി. ഫ ഫ രണ്ടുച്ചാരണവും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെക്കുന്ന് വന്നവർ ഭ എന്ന് ഉച്ചരിക്കുകയില്ല, ഫ. അതുകൊണ്ടാണ് അങ്ങനെ ഉച്ചരിച്ചത്. ആ ഉച്ചാരണം തെറ്റാണ്. ഇംഗ്ലീഷിൽ എഫ് എന്ന് ഉച്ചരിച്ച് അങ്ങനെ ആയതാവും.
അതുകൊണ്ടാണ് ഭൂൽ എന്ന് പറയല, ഫൂൽ എന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഫ എന്ന് പറഞ്ഞത്. കപാല ഭോടി, അല്ലെങ്കിൽ നിങ്ങൾ ഭരണിയുടെ ഭ എഴുതും, അത് കുഴപ്പമാവും. ശരിക്ക് പ ഭ ബ ഭ. അത് കാരണം എന്താ വെച്ചാൽ ഖരം, അതിഖരം, മൃദു, ഘോഷം. അതിൽ ഭരണിയുടെ ഭ ഘോഷമാണ്, മറ്റത് അതിഖരമാണ്, പ ഭ. പക്ഷേ ഏതാണ്ട് ഭാരതപ്പുഴയ്ക്ക് തെക്ക് ഫ എന്നേ ഉച്ചരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ പഴയ രീതിയിൽ പഠിച്ചവന് ഫു എന്ന് പറയാനും തോന്നും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അത് ആ ഉച്ചാരണത്തിൻ്റെ ഒരു പ്രയോഗമാണ്. അപ്പം നിങ്ങൾക്ക് അക്ഷരം തെറ്റണ്ടാവുന്ന വിചാരിച്ചാണ് രണ്ടും പറഞ്ഞു തന്നത്, രണ്ടും പരിചയമുള്ളതുകൊണ്ട്. കർണാടക കനകയ്യ, തമിഴ് മുടുകോട്ടൻ, മോടുകോട്ടൻ. കാകഡോഡിയ ഗുജറാത്തി. ബുദ്ധാഗകം തെലുഗു, വെക്കുമുടിക എന്നും പറയും. ബുദ്ധാഗകം, ബുദ്ധാഗകം, വെക്കുമുടിക എന്നും പറയും. ഇംഗ്ലീഷ് ബലൂൺ വൈൻ, അതതിൻ്റെ കാ നോക്കിയിട്ട പേരാണ്, ബലൂൺ വൈൻ. ഹാർട്ട്സ്പീ എന്നും പറയും. ഇതിനെ ദശപുഷ്പങ്ങളിൽ 8ാമത്തതായാണ് പറയുന്നത്. ഓരോന്നും ചൊല്ലി വരുമ്പോൾ 8ാമത്തതായിട്ടാണ് വരുന്നത്. നേരത്തെ പറഞ്ഞു അഭീഷ്ടങ്ങളെല്ലാം സാധിക്കുമെന്ന് പറയപ്പെടുന്ന ചെടിയാണ് ഇത്. ചൂടിയാൽ 10 പൂ ചൂടുന്ന തിരുവാതിരയിൽ ഇത് ചൂടുമ്പോൾ ഉള്ള ഫലം പറയുന്നത് അഭീഷ്ടദായകം എന്നാണ്. എല്ലാ അഭീഷ്ടങ്ങളും ഈ ചെടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കുക, ചൂടുക, ഉപയോഗിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഒരുവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുവെന്നാണ്, ആ ദേവത സാധിപ്പിച്ചു തരുന്നുവെന്നാണ് വിശ്വാസം. അഭീഷ്ടദായകമായത് ഇതന്ത്രമായ ഇന്ദ്രനാണ്. ഇതന്ത്രം മനസ്സ്, മനസ്സിൻ്റെ അധിദേവനാണ് ഇന്ദ്രൻ. മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളാണ് ഈ വിശ്വം. അതുകൊണ്ട് അഭീഷ്ടവരദായകമാണ്. എന്താഗ്രഹിക്കുന്നോ അത് നടക്കും. ഉണ്ട്. അതിനോടനുബന്ധിച്ച് താന്ത്രിക ഗ്രന്ഥങ്ങളിലും മറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അദൃഷ്ടങ്ങളുടെ ലോകമാണ്. അത് മുഴുവൻ ഇപ്പോൾ പഠിക്കാൻ ഒരുങ്ങിയാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബാഹ്യമായത് ആദ്യം പഠിക്കാം. കാരണം അതുകൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങളും കാര്യങ്ങളും എല്ലാം ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചെടികളിൽ താന്ത്രിക പ്രാധാന്യങ്ങളുള്ള ഒട്ടേറെ ചെടികളുണ്ട്. അതിൽപ്പെട്ടതാണ് ദശപുഷ്പങ്ങളെല്ലാം. അതിൽപ്പെട്ടതാണ് വെളുത്ത എരിക്ക്, അതിൽപ്പെട്ടതാണ് ചുവന്ന എരിക്ക്. ചുവന്ന എരിക്കാണ് സർവ്വപ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ് വെളുത്ത എരിക്കിന് പ്രാധാന്യമുള്ളൂ. ചുവന്ന എരിക്ക് കിട്ടാനില്ല, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് വയലറ്റ് പൂവുള്ളതാണ്. അത് ആ പ്രാധാന്യമുള്ളതല്ല. ചുവന്നതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ വയലറ്റ് ആയിരിക്കും ചിലപ്പം. അതല്ല, തനി റെഡ്.
ബ്രിക്ക് റെഡ് പൂവുള്ളത്. രാജസ്ഥാൻ പ്രദേശങ്ങളിലാണ് അത്യപൂർവമായി കണ്ടിട്ടുള്ളത്. മറ്റെവിടെയെങ്കിലുമൊക്കെ കാണും. കേരളത്തിലും ചിലപ്പോൾ കണ്ടു എന്ന് വരാം. നമ്മളൊരാൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളുടെ കാഴ്ചയുടെ ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടു എന്ന് വരാം. വളരെ ദിവ്യമായി എണ്ണുന്നത് അതാണ്, ചുവന്ന എരിക്ക്. വെള്ള എരിക്കാണ് അത് കഴിഞ്ഞാൽ പ്രാധാന്യമുള്ളതായി എണ്ണുന്നത്. അതാണ് ഇവിടെ നിൽക്കുന്നത്. അതാണ് ചുവന്ന എരിക്ക്. ചിലയിടത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിറം മാറി മറ്റതായി പോവും. ചില സ്ഥലങ്ങളിൽ, ചില ആളുകളിൽ എന്നൊക്കെയാണ് അതിൻ്റെ ഉത്തരം. അത് വെച്ച് കഴിഞ്ഞാലും മറ്റതായി മാറും. അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. സ്ഥലത്തിനനുസരിച്ച് മാറ്റം വരും, വ്യക്തിക്കനുസരിച്ച് മാറ്റം വരും. അങ്ങനെ വരുന്ന, കാരണം അത് സസ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഷസ് സ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദം രൂപപ്പെടുന്നത്. അതിൻ്റെ വിൽപ്പത്തി അതാണ്. മാനവ സ്വപ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്വപ്നങ്ങളിലാണ് സസ്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രോഗം മാറ്റുന്നതിൽ അവയ്ക്ക് മുഖ്യ പങ്കുള്ളത്. അതിൻ്റെ വിൽപ്പത്തി എറ്റിമോളജി അനുസരിച്ച് ഷസ് സ്വപ്നേ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദം ഉടലെടുക്കുന്നത്. ധാതു നിർദ്ദേശം അതാണ്. ആ നിറം മാറ്റം വരുന്നത് നമ്മളോട് ബന്ധപ്പെടുമ്പോൾ അത് അതിൻ്റെ സ്വഭാവം മാറ്റുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒറിജിനലിനുള്ള സ്വഭാവം അത് രഹസ്യമാണ്. അതിനെ ഉൾക്കൊള്ളുന്നവരുടെ അടുക്കൽ മാത്രമേ അത് അതുപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് പറിക്കുമ്പോഴും മാറും. അതുകൊണ്ടാണ് സസ്യത്തോട് കളിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കളിക്കണമെന്ന് പണ്ടുള്ളവർ പറയുന്നത്. ചെടികൾക്കെല്ലാം ആ പ്രത്യേകതയുണ്ട്. അവിടെയാണ് ഒരു ചെടി ഫലപ്രദമാണെന്ന് കണ്ട ഉടനെ തന്നെ വ്യാവസായികമായി പ്രയോജനപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് തകർന്നു പോകുന്നത് അവിടെയാണ്. അവിടെയൊക്കെ മൈൻഡിൻ്റെ വലിയൊരു ലോകമുണ്ട്. മനസ്സും ചെടിയും തമ്മിലുള്ള ബന്ധം. സസ്യങ്ങളും മനസ്സുമായി വളരെ ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് പല സസ്യങ്ങളും വച്ചു പിടിപ്പിക്കുന്നിടത്ത് ആളുകളെ കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ അത് മുഴുവൻ കരിഞ്ഞു പോകുന്നത് കൊണ്ട്, ചില ആളുകൾ കയറി ഇറങ്ങിയാൽ കരിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. കദളി വാഴ, ഏത്തവാഴ ഇതൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ സെൻസിറ്റീവ് പ്ലാന്റ്സാണ്. അരുതയ്ക്ക് ഇത് വളരെ നിർബന്ധമാണ്. പേര, കറിവേപ്പ് നിങ്ങൾ എങ്ങനെ വെച്ച് പിടിപ്പിച്ചാലും അതിൻ്റെ ഒരു കതിർപ്പെടുത്ത് മീനിൻ്റെ അകത്തിട്ടാൽ പിന്നെ ആ കറിവേപ്പിലേക്ക് മണം ഉണ്ടാവില്ല. വളരെ മണമുള്ള കറിവേപ്പിലയുള്ള വീട്ടിൽ നിന്ന് പല ആളുകളും അതുകൊണ്ട് പണ്ടുള്ളവർ അവരെ പറ്റിക്കുന്നതിന് വേണ്ടി കറിവേപ്പില ചോദിച്ചില്ലും മോരിലിടാനാണെന്ന് പറയും. മേടിച്ചുകൊണ്ട് അവൻ മീൻ കൂട്ടുന്നവനായിരിക്കും, അതിനകത്തിടും. പിന്നെ ആ കറിവേപ്പിന് മണം ഉണ്ടാവില്ല. ഇത് കറിവേപ്പല്ലേ എന്ന യുക്തിയൊക്കെ നിങ്ങൾ ചോദിക്കും. പരീക്ഷിച്ച് നോക്ക്, അന്നേരം അറിയാം. കാരണം നിങ്ങളിൽ പലരും യുക്തിഭദ്രമായി യുക്തി കൊണ്ടുപോകുന്ന ആളുകളാണ്. നിങ്ങളുടെ സംഭാഷണങ്ങളിലൊക്കെ യുക്തിയാണ് വലുതായി കാണുന്നത്. പക്ഷെ ഞാനും നിങ്ങളും ജനിച്ചിടത്ത് പോലും യുക്തിയില്ല എന്നുള്ള വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ യുക്തിയൊക്കെ അടിക്കുന്നത്. അത്രയും മതിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അച്ഛനെ പറഞ്ഞു എന്നൊക്കെ പറയും, പിന്നെ അത് ഞാൻ വിഷമിക്കും. അപ്പം അതുകൊണ്ട് യുക്തിക്കൊക്കെ അപ്പുറം ഒരു തലമുണ്ട് എന്ന് അറിയുന്നവർക്കറിയാം. ആ തലത്തിൽ നിന്നുകൊണ്ടാണ് വളരെ സൗമ്യങ്ങളായ മാനവ വികാരങ്ങൾ രൂപപ്പെടുന്നത്. അതിന് യുക്തിയില്ല. തൻ്റെ മകനോടോ മകളോടോ ഭാര്യയോടോ അമ്മയോടോ ഒക്കെ വരുന്ന വികാരങ്ങൾക്കൊന്നും യുക്തിയില്ല.
അമ്മയും മകനും തമ്മിൽ എത്ര തെറ്റിയാലും വഴക്കുണ്ടാക്കിയാലും ഒരു പൊതുശത്രു പുറത്തുനിന്ന് വരുമ്പോൾ ഈ വഴക്കൊക്കെ മാറി രണ്ടുപേരും കൂടെ ഒന്നിച്ചവനെ ഇടിക്കാൻ ചെല്ലുന്നത് യുക്തിക്ക് ഒരിക്കലും നിരക്കാത്തതാണ്. അതുകൊണ്ട് യുക്തി കൊണ്ടല്ലാത്ത ഒരു ലോകമുണ്ട്. ആ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് സസ്യങ്ങളും മനുഷ്യനും തമ്മിൽ. അതുകൊണ്ട് സസ്യങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അഭീഷ്ടവരതയാണ് ഉഴിഞ്ഞ. ദശപുഷ്പങ്ങളും നക്ഷത്രവൃക്ഷങ്ങളും പഴയ കാലത്ത് അതുകൊണ്ട് വളരെ ഉപാസനയിൽ പ്രാധാന്യം വഹിച്ചിരുന്നു. ദശപുഷ്പങ്ങളെല്ലാം ഏകവർഷി സസ്യങ്ങളാണെന്ന് പറയാം മിക്കവാറും. നക്ഷത്രവൃക്ഷങ്ങളിൽ മുളയൊഴിച്ചുള്ളതെല്ലാം വൃക്ഷങ്ങളാണ്. മുള തൃണവർഗമാണ്. ബാക്കിയുള്ളതെല്ലാം മരമാകുന്നതാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഏകവർഷി എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പൂത്ത് കായ്ച്ച് നശിച്ചു പോകുന്നവയാണ്. അതുകൊണ്ടാണ് ഏകവർഷി സസ്യം എന്ന് പറയുന്നത്. അതിൽ നിലപ്പനയ്ക്ക് മാത്രമേ ഒരു ചെറിയ വ്യതിയാനമുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു വർഷം കൊണ്ട് പൂത്ത് കായ്ച്ചു. ഇതിൻ്റെ രസം തിക്തരസമാണ്, കയ്പുള്ളതാണ്. ഗുണം സ്നിഗ്ധവും സരവുമാണ്. മറ്റു ഗുണങ്ങളുണ്ട്, അത് മുന്നോട്ട് ചെല്ലുമ്പോൾ പറയും. ഉഷ്ണവീര്യമാണ്. വിപാകത്തിൽ മധുരമാണ്. സാധാരണഗതിയിൽ ഉപ്പും മധുരവും രസമായിട്ടുള്ളതിൻ്റെ വിഭാഗമാണ് മധുരരസം. തിക്തരസം സാധാരണഗതിയിൽ വിഭാഗത്തിൽ എരിവാണ്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത വിഭാഗത്തിൽ അത് മധുരമാണ്. ജനറലായിട്ട് പറയുന്ന പോലെ പറയാനാവില്ല എന്ന് സാരം, പ്രത്യേകതയുണ്ട്. രസം നാവിലെറിയുന്നതാണ്. വിഭാഗം അത് പചനം ചെയ്ത് കഴിഞ്ഞ് വരുന്ന രസമാണ്. ഇതിൻ്റെ വിത്ത് വാറ്റി എണ്ണ എടുക്കും. പഴയ കാലത്തെ ആയുർവേദക്കാർ ഇതിൻ്റെ വിത്ത് ധാരാളമായി കളക്ട് ചെയ്ത് കുഴിത്തൈലം എടുക്കും. അതിലൊരു എസൻഷ്യൽ ഓയിലുണ്ട്, വലിയ ഉത്തേജകമായി ഉപയോഗിക്കും. കയ്പുള്ള ഒരു എണ്ണയാണ് കിട്ടുന്നത്. ആധുനിക പരീക്ഷണങ്ങളിൽ അതിൽ സാപ്പോണിനുണ്ട്. ETOH 50% സ്പാസ്മോൾ, ഹൈപ്പോട്ടൻ ഇതെല്ലാം പുതുതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. പഴയ ആളുകൾ ഇത് ഉത്തേജകം എന്ന നിലയിൽ ഈ എണ്ണയെ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലെ ഒട്ടെല്ലാ സംസ്ഥാനങ്ങളിലും കാണുന്നതാണ് ഉഴിഞ്ഞ. കൂടുതൽ കാണുന്നത് സമതല പ്രദേശങ്ങളിലാണ്. കൂടുതലായി ബംഗാൾ, UP, കർണാടക ഇവിടെയൊക്കെയുണ്ട്. കൊറമണ്ഡല ഏരിയയിൽ വളരെ കൂടുതലായി കാണാം. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അത് കൊറമണ്ഡലം മുതൽ ആ ബെൽറ്റിൽ ട്രിച്ചി വരെ, തൂത്തുക്കുടി വരെ ഏതാണ്ട് ആ ബെൽറ്റിൽ ഇത് ധാരാളമായി കാണാം. കേരളത്തിൽ ധാരാളമാണ്. കേരളത്തിൽ വഴിയരികിലൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കാണാം. ഇതൊരു
ദുർബല സസ്യമാണ്. കാണ്ഡം ദുർബലമായ സസ്യമാണ്. ഏകവാർഷിക സസ്യമാണ്, വാർഷിക വള്ളി. എൻ്റെ കാണ്ഡമെടുത്ത് പരിശോധിച്ചാൽ ഒരു ചാലുണ്ടാവും. അങ്ങനൊരു ചാല്, അതായത് പൈപ്പ് പോലെ നടുവേ മുറിച്ച, നടുവേ കീറിയ പൈപ്പ് പോലൊരു ചാലുണ്ടാവും. പിന്നെ ഓരോ ഇലയും പോകുന്നിടത്തുനിന്ന് ചുറ്റിക്കയറാനുള്ള പ്രധാനവുമുണ്ടാവും. ഇതിൻ്റെ പ്രധാനം വളരെ ഒട്ടിപ്പിടിക്കുന്ന പ്രകൃതമുള്ള പ്രധാനമാണ്. അതുകൊണ്ട് കയറിപ്പോകുന്നത് നല്ല പോലെ പിടിച്ചാണ് കയറുന്നത്. കാണ്ഡത്തിനും ശാഖകൾക്കും പച്ച നിറമാണുള്ളത്. കാണ്ഡവും പച്ച നിറത്തിലാണ്. ഏകാന്തര വിന്യാസമുള്ള പിച്ഛകപത്രമാണ്. അത് 5 മുതൽ 8 വരെ സെൻറ്റിമീറ്റർ നീണ്ട പത്രവൃന്ദത്തോടു കൂടിയതാണ്. അനുപർണിയും ത്രിപർണിയും ആയ സംയുക്ത പത്രകങ്ങൾ ദന്തുര അരികുകളുള്ളവയാണ്. കൂർത്ത അരികുകളോട് കൂടിയവയാണ്. അരോമിലമാണ്, രോമാവൃതമല്ല. അണ്ഡാകൃതിയിൽ തുമ്പ് കൂർത്തവയും ആണ്. അതിൻ്റെ ഇലകൾ തുമ്പ് കൂർത്താണിരിക്കുന്നത്. അത് അണ്ഡാകൃതിയിലാണ് കൂർത്തിരിക്കുന്നത്. നല്ല പച്ച നിറമാണ്. ജൂലൈ മുതൽ ഡിസംബർ വരെ ഇതിൻ്റെ പൂക്കാലമാണ്. പൂക്കുന്നത് ജൂലൈ മുതലാണ്, ഡിസംബർ വരെ പൂക്കും. വലിയൊരു പ്രത്യേകത, ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉള്ളതാണ് എന്നാണ് പൊതുവെ സസ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ആൺപൂ മാത്രമുള്ള ചെടിയും പെൺപൂ മാത്രമുള്ള ചെടിയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആൺപൂ മാത്രമുള്ളതാണെങ്കിൽ പെൺപൂവുള്ള ചെടി സമീപത്തില്ലെങ്കിൽ വംശവർദ്ധനവ് നടക്കില്ല. പെൺപൂ മാത്രമുള്ളതാണെങ്കിൽ ആൺപൂവുള്ള സസ്യം സമീപത്തില്ലെങ്കിൽ അതിൻ്റെ പ്രജനനം നടക്കില്ല. അങ്ങനെ ഒറ്റയ്ക്കുള്ളവയുണ്ട്, എന്നാൽ ആൺപൂവും പെൺപൂവും ഒരേ സസ്യത്തിലുള്ളവയുമുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന ഒരു വർഗമാണ് ഇത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമാണ്. 2 തരത്തിലും ഉണ്ടാവും. അതിൻ്റെ കക്ഷങ്ങളിലെ നീണ്ട പ്രധാനങ്ങൾ പോലുള്ള പുഷ്പദണ്ഡിൻ്റെ അറ്റത്ത് ഛത്രശൂലങ്ങളിൽ കുറഞ്ഞ പൂക്കളെ കാണുകയുള്ളൂ. പൂവിൻ്റെ അടിയിൽ മോതിരവളയം പോലുള്ള വള്ളികൾ ഉണ്ടാവും. പൂക്കൾ 3-4 മില്ലിമീറ്റർ വ്യാസമുള്ളവയാണ്. പച്ച കലർന്ന മഞ്ഞ നിറമാണ് പൊതുവെ പൂക്കൾ. എന്നാൽ വെള്ളയും കാണാറുണ്ട്. പച്ച കലർന്ന വെള്ളയും കാണാറുണ്ട്. വെള്ളയും മഞ്ഞയും കാണാറുണ്ടെന്ന് സാരം. 4 ബാഹ്യദളങ്ങൾ പൂവിനുണ്ട്. ദളങ്ങളുടെ ആധാരഭാഗത്തിനുള്ളിൽ ശൽക്കങ്ങളുണ്ടാവും. 8 കേസരങ്ങളുണ്ട്. അത് ബാഹ്യവൃത്തത്തിൽ സ്വതന്ത്രമോ അടിഭാഗം കൊണ്ട് സംയുക്തമോ ആകും. വിദളങ്ങൾ എതിർജോഡികളായി കാണും. പുറത്തുള്ള ദളങ്ങൾ വളരെ ചെറുതായിരിക്കും. അവസാനത്തെ പുഷ്പവൃന്ദം ഒരു ജോഡി പ്രധാനങ്ങളോട് കൂടിയതാണ്. വീർത്ത ഭ്രമരക പുടക ഫലത്തിന് മുക്കോൺ ചിറകുകളുണ്ട്. പരന്ന മുക്കോൺ ചിറകുകളുണ്ട്. അത് നല്ല രസമാണ് ആ ചെടി കാണാനായിട്ട്. അണ്ഡപർണം പിൻഭാഗത്തുകൂടി സ്ഫുടനം ചെയ്യുന്ന 3 ഞാലിക തുറവികളുള്ളതാണ്. 16 മില്ലിമീറ്റർ വരെ നീളമുണ്ട്. വിത്ത് കറുപ്പ് നിറമുള്ളതാണ്.
അതിൻ്റെ മുഖത്ത് ഹൃദയാകാരത്തിലുള്ള ഒരു പൊട്ട് കാണും, ഹൃദയത്തിൻ്റെ ഇതിൽ. അതുകൊണ്ട് തന്നെ ചില ആദിവാസികൾ ഇതിൻ്റെ വിത്ത് ഹൃദ്രോഗത്തിന് നല്ലതാണെന്നുള്ള മട്ടിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനൊരു ശാസ്ത്രശാഖ തന്നെയുണ്ട്. ഏത് ഇല, ഏത് തണ്ട്, ഏത് പൂവ്, ഏത് കായ, ഏത് അവയവത്തിൻ്റെ ആകൃതിയിലാണ് അത് ആ അവയവത്തിൻ്റെ സുരക്ഷയ്ക്കും ആ രോഗങ്ങൾക്കും നല്ലതാണെന്നുള്ള ഒരു പഠനം. അങ്ങനൊരു പ്രാചീന പഠനമുണ്ട്. കാരറ്റ് കണ്ണിന് നല്ലതാണ്. അതിൻ്റെ കാരണം അത് മുറിച്ചാൽ കണ്ണ് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. എക്സാക്റ്റ് കണ്ണ് കാണും. ബീൻസ് കിഡ്നിക്ക് നല്ലതാണ്, കാരണം അതിൻ്റെ വിത്ത് കിഡ്നിയുടെ ആകൃതിയിലാണ്. മുത്തള് അത് മലത്തി വയ്ക്കുമ്പോൾ ഹാർട്ടിൻ്റെ ആകൃതിയിലാണ്, അതുകൊണ്ട് ഹൃദയത്തിന് നല്ലതാണ്. അത് കമത്തി വയ്ക്കുമ്പോൾ ബ്രെയിനിൻ്റെ ആകൃതിയിലാണ്, അതുകൊണ്ട് അത് ബ്രെയിന് മസ്തുളംഗത്തിന് നല്ലതാണ്. ഇങ്ങനെ വലിയ പഠനമുണ്ട്. എല്ലാ ചെടികളെക്കുറിച്ചും ഇങ്ങനത്തെ പഠനങ്ങളുണ്ട് പ്രാചീനരുടെ ഇടപാടിൽ. അത് വെച്ചിട്ടാണ് അവർ കണ്ടെത്തുന്നത്. അല്ലാതെ അത് ഗിനിപ്പന്നിയെയും വെള്ളരിയും ഒന്നും കൊന്നു പഠിച്ചിട്ടല്ല. അവരുടെ കോമൺ സെൻസ് ഇങ്ങനെയാണ്, അവരുടെ ശാസ്ത്രം ഇങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്. അത് വെച്ചിട്ട് അവർ കൊടുത്തു നോക്കുമ്പോൾ ഫലവത്താണെന്ന് കാണുന്നു. മറ്റൊരു ജീവിയെയും ഉപദ്രവിക്കാതെ അതിൻ്റെ ദേവതയെ ഉപാസിച്ച് ഉപയോഗിക്കാനുള്ളൊരു പദ്ധതി രൂപാന്തരപ്പെടുന്നു. ഇങ്ങനൊരു ശാസ്ത്രശാഖ ഇന്ത്യയിൽ രൂപാന്തരപ്പെട്ടിരുന്നു. ഇന്നതില്ല. ഇതിൻ്റെ കായ്കളിലും ഒരു വെള്ള നാഭി ഹൃദയ ആകാരത്തിലുണ്ട് ഇതിൻ്റെ വിത്തിൽ. അതുകൊണ്ട് ഈ ചെടി തന്നെ ഹൃദയ രോഗങ്ങൾക്ക് നല്ലതാണ് എന്ന പക്ഷമുണ്ട്. ഹൃദ്രോഗത്തിന് ധാരാളമായി ഇത് ഔഷധമായി പ്രാചീനർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നവരുണ്ട്, കൊടുത്താൽ ഫലപ്രദവുമാണ്. ഇതിൻ്റെ വിത്തിൻ്റെ കവചം, ബീജ കവചം കട്ടിയുള്ള പുറന്തോടാണ്. വിത്തിലെ ആദിപത്രങ്ങൾ വലുതും നീളത്തിൽ മടങ്ങിയതുമായിരിക്കും. ഇതിൻ്റെ ഉപയുക്ത ഭാഗങ്ങൾ വേര്, ഇല, വിത്ത്, സമൂലം. വേര് ഛർദിയുണ്ടാക്കും കഴിച്ചാൽ. മൂത്രളമാണ്, മൂത്രതടസ്സമെല്ലാം മാറ്റും. സ്വേദജനകമാണ്, നല്ലോല വേർപ്പിക്കും. ആർത്തവത്തെ ക്രമപ്പെടുത്തുന്നതാണ്. മൂത്രകൃച്ഛം, ആഗ്രവാദം, നടുവേദന, ആസ്തമ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇവയിൽ അത്യുത്തമമാണ് ഉഴിഞ്ഞ. രോഗങ്ങളുടെ ഒരു വിശാല പട്ടിക ഈ വേരിനോട് ചേർന്ന് തന്നെ രൂപാന്തരപ്പെട്ടു. ജനറലായി പഠിച്ച ഒരാളിന് അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പല രോഗങ്ങളും ഉഴിഞ്ഞുകൊണ്ട് തന്നെ മാറ്റാൻ കഴിയും. ഇതിൻ്റെ ഏത് അത് ചെയ്യും. അവർ എല്ലാ പലഹാരങ്ങളിലും ഇങ്ങനെ ഓരോ ചെടികൾ അരച്ച് ചേർക്കും. അത് ഈ ദശപുഷ്പങ്ങൾ വളരെ വിപുലമായി അവരുപയോഗിക്കുന്ന ഒരു രീതിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വള്ളി ഒഴിഞ്ഞയാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഇഡലിക്ക് ഒരു പച്ച നിറവും ഉണ്ടാവും. മുട്ടുവേദന മാത്രമല്ല, നടുവേദന പോവും, അഗ്രവാദം പോവും. അഗ്രവാദത്തിന് വളരെ ഫലപ്രദമാണ്. ഇതവർ അരച്ച് ചേർക്കുക മാത്രമല്ല ഇന്ന് അതിലെ ചില ഏരിയകളിൽ ശീലാന്തി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ കുറഞ്ഞു വരികയാണ്. പൂവരസ്, അതിൻ്റെ ഇലയിലാണ് അവർ ഇഡലി ചുടുന്നത്. അതോടുകൂടി ലിവറിനും ഉള്ള എല്ലാ കുഴപ്പവും മാറും. ഇഡലിക്ക് ആ പച്ച നിറം കിട്ടും. ഇഡലിയുടെ ആ തട്ടിനകത്ത്, ഇപ്പം അത്തരം തട്ടിൽ അത്ര ഇഡലി പാത്രം ഇല്ല.
ഇപ്പോൾ ഇഡലി പാത്രത്തിൻ്റെ പ്രകൃതമൊക്കെ മാറി. കാരണം ഉണ്ടാക്കാൻ എളുപ്പമായി. സയൻസ് എപ്പോഴും നിങ്ങൾക്ക് തരുന്ന എളുപ്പമാണ്. സയൻസ് എളുപ്പത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, വ്യാവസായിക അടിസ്ഥാനത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. മിൽമ ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. പാൽ 50 കൊല്ലം എങ്ങനെയാണ് സൂക്ഷിക്കാവുന്നത്, 5 കൊല്ലം എങ്ങനെയാണ് സൂക്ഷിക്കാം. അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് ചേർക്കുമ്പോൾ അത് പാല് തന്നെയാണോ അതിൻ്റെ ഘടകം, പിന്നീട് ആ ഘടകം മാറിപ്പോകുന്നുണ്ടോ എന്നൊരു റിസർച്ചില്ല. അത് അവരുടെ ജോലിയല്ല. നിങ്ങൾക്കുള്ള പാല് കേടുവരുത്താതെ 15 ദിവസം വെക്കാനുള്ള റിസർച്ച് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ആ റിസർച്ചിനെയാണ് മാധ്യമങ്ങളും ഗവൺമെൻറ്റും പ്രോത്സാഹിപ്പിക്കുന്നത്. അത് പാല് തന്നെയാണോ, അതിൽ ചേർത്തിരിക്കുന്ന ഘടകങ്ങൾ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമോ, ആ വഴിയിലൊരു അന്വേഷണമോ പഠനമോ ഇല്ല. മേടിച്ചുപയോഗിക്കുന്ന ബുദ്ധിമാന്മാർക്കുമില്ല. ആരെങ്കിലും ഒരാൾ ആ വഴിയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ ഗവൺമെൻറ്റും മാധ്യമങ്ങളും ജനങ്ങളും അവനെതിരെ തിരിയും. കാരണം അവൻ അന്ധവിശ്വാസിയും കൊള്ളിക്കരുതാത്തവനുമാണ്. ഞങ്ങൾ പോയത് ശാസ്ത്രത്തിൻ്റെ വഴിയാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്നൊക്കെ കുറേ വായിലൊതുങ്ങാത്ത പദങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ ആരുടെയോ ഒരുത്തൻ്റെ വീട്ടിലെ റിസർച്ചിൽ നടക്കുന്ന കാര്യം തൻ്റേതാണെന്ന് അഭിമാനിക്കുന്ന വിഡ്ഢികൾ ഉറക്കെ പറയും. ആകെ ഇവനുള്ള പണി ജീവിതത്തിൽ 10 കൊല്ലം പഠിക്കാൻ പോയപ്പോൾ ചിലപ്പോൾ അത് ഒരേ ബെഞ്ചിൽ മരണം വിരിക്കുന്ന മുട്ടയും ഇട്ടിരുന്നെങ്കിൽ 2-3 കൊല്ലം കൂടുമായിരിക്കും. അങ്ങനെ ഇരുന്ന കാലത്ത് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പരീക്ഷയിൽ ഏതൊക്കെയോ ചോദ്യത്തിന് ഉത്തരം എഴുതി പാസ്സായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതൊന്നും എൻ്റെ തലയിലുണ്ടായിട്ടല്ല ഇവൻ അഭിമാനിക്കുന്നത്. പരീക്ഷ എഴുതിയതിൻ്റെ പേരിൽ മാത്രമുള്ള അഭിമാനമാണത്. നിങ്ങളെന്നോട് യോജിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. മുത്തു ചോദിച്ചപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ്. ചോദിച്ചു വാങ്ങിക്കുന്നതാകുമ്പോൾ തന്നു വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാവും. പക്ഷെ പഴയ ആളുകൾ അതിൻ്റെ പ്രയോജനത്തെയാണ് ലാക്കാക്കിയത്. അപ്പോൾ പഴയ ഇഡലി പാത്രമൊക്കെ എടുത്താൽ കാണാൻ അടിയിൽ നിന്ന് തുളയുണ്ടാവും. ആ ഇഡലി ഉണ്ടാക്കുന്നിടത്ത് തുളയുണ്ടാവും. ഇപ്പോൾ ഉള്ളതിനൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതിൻ്റെ നടുക്കേ തുളയുള്ളൂ. കാരണം ഇപ്പം നേരിട്ടൊഴിക്കുകയാണ് മാവ്. നേരിട്ടൊഴിക്കുകയാണ് മാവ്. അതുകൊണ്ട് ആ നടുക്ക് 2 തുളയുണ്ടാവും. കാരണം ആവി കയറാൻ. മറ്റത് ആ മാവ് ഒഴിക്കുന്നിടത്ത് തന്നെയാണ് തുള. അതുകൊണ്ട് തുണി വയ്ക്കുകയോ ഇല വെക്കുകയോ ചെയ്യണം. അതാദ്യം തുണിയായിരുന്നു വെച്ചിരുന്നത്. പിന്നെ തുണി കിട്ടാനില്ല, എല്ലാം ടെറിക്കോട്ടണായില്ലേ. അല്ലെങ്കിൽ ഒരിക്കലും നനയ്ക്കേണ്ടാത്ത മറ്റേ ജീൻസായി. ജീൻസ് കണ്ടിച്ച് ഇഡലിക്ക് വെക്കാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ പിന്നെ പേപ്പറായി, ബട്ടർ പേപ്പറോ മറ്റോ ആയി. അങ്ങനെ അതും കഴിഞ്ഞപ്പോഴാണ് പ്ലാസ്റ്റിക് പേപ്പറിനകത്തൂടെ ആവി കയറുകയില്ല, അപ്പോൾ അടയും. അത് കാരണമാണ് അതും കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഇഡലി പാത്രം തന്നെ മാറി മേടിച്ചത്. പഴയതൊക്കെ വല്ല ചെമ്പ് കച്ചവടക്കാരനോ ഓട് കച്ചവടക്കാരനോ വിറ്റിട്ട് അലുമിനിയത്തിൻ്റെ പുതിയ ഇഡലി പാത്രം വാങ്ങിച്ച് അത് ഈ തരത്തിലുള്ളതാകുമ്പോൾ നേരിട്ടങ്ങ് ഒഴിച്ചിട്ട് വെച്ചാൽ മതി. ഒരു ശാല എണ്ണയും പുരട്ടിയാൽ അടന്നു പോരുകയും ചെയ്യും. എള്ളെണ്ണ പുരട്ടിയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അടന്നു പോരും. അങ്ങനെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പം അതാണ്. എണ്ണയും ഉഴുന്നും പ്രശ്നമില്ല, എള്ളെണ്ണയും ഗോതമ്പുമാണ് പ്രശ്നം. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റൊരതല്ല ചെയ്തിരുന്നത്. മറ്റൊരു ലിവറിന് വളരെ പ്രയോജനപ്രദമായ കൂരസ് അല്ലെങ്കിൽ ശീലാന്തി, തമിഴ്നാട്ടിൽ ശീലാന്തി എന്നാണ് പറയുക. അതിൻ്റെ ഇല വെച്ചാണ് ഉണ്ടാക്കുക. അരയ്ക്കുമ്പോൾ ഇതും ചേർക്കും. അതുകൂടാതെ മറ്റേ കൊട്ടമുത്തും ചേർക്കും. തമിഴ്നാട്ടിലെ ഇഡലി കൊട്ടമുത്ത് ചേർന്നതാണ്. അതുകൊണ്ടാണ് ഈ വലിയ ഇഡലി പാത്രവും വലിയ പാത്രവും ഒക്കെ ആയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വരുമ്പോൾ ഇത്, കാരണം യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ കൊട്ടമുത്ത് ചേർന്ന ഇഡലി അടിക്കുന്നതുകൊണ്ടാണ്. കാരണം വെച്ചാൽ പോയി അങ്ങ് ഇരിക്കുന്നതും കാണാം, കഴുകിയിട്ടിങ്ങി പോരുന്നതും കാണാം.
കാരണം ഒറ്റയടിക്ക് പോകും മുഴുവൻ. കേരളത്തിലുള്ള ഇഡ്ഡലി തിന്നു കഴിഞ്ഞാൽ പോവുകയില്ല. അതിൻ്റെ കാരണം അത് അവിടെ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാക്കും. പണ്ട് ദോശയ്ക്ക് മാത്രമാണ് ഉലുവ ചേർത്തിരുന്നത്. അത് ഏതോ അമ്മ ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ ഉലുവ ചേർക്കുന്നത് കണ്ട് ദോശയ്ക്കത് പതയാൻ വേണ്ടിയാണ് ഉലുവ ചേർക്കുന്നത്. അത് ഇഡ്ഡലിക്കും അരച്ചു തുടങ്ങി. അങ്ങനെ വരുമ്പോൾ, കാരണം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരേ മാവ് തന്നെയാണിപ്പം. രാവിലെ അത് ഇഡ്ഡലിയായിട്ടും ചുടും, വൈകുന്നേരം അത് ദോശയായിട്ടും ചുടും. ഒരു 10 ദിവസത്തേക്ക് അരച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റുകയും ചെയ്യും. അങ്ങനെയാണിപ്പോൾ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇതൊക്കെ എളുപ്പ വഴികളാണ്. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ സ്വാദറിഞ്ഞോ മറ്റു തരത്തിലോ കഴിക്കാനാവില്ല. കൊട്ടമുത്ത് ചേർത്ത നല്ല ഇഡ്ഡലി അരി, ഏറ്റവും നല്ലത് പഴയ കാലത്തെ പുഴുക്കലരിയാണ്. അത് നല്ലപോലെ അരയാതെ അരയ്ക്കുക എന്നുള്ളതാണ്. അരി അരയ്ക്കുമ്പോൾ നല്ലപോലെ അരയാതെ അരയ്ക്കുന്നതാണ് ഇഡ്ഡലിക്ക് നല്ലത്. തരി ഉണ്ടാവണം. ദോശയ്ക്കാകുമ്പോൾ തരി അല്പം പോലും ഉണ്ടാകാതെ അരയ്ക്കണം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ചെറുപ്പത്തിൽ പാചകം ചെയ്യുന്ന അമ്മയുടെ കൂടെ നിന്ന് പഠിച്ചെടുക്കണം. അല്ലാതെ ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുകയില്ല. ഒരു ജന്മം മുഴുവൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കാലണയ്ക്ക് കൊള്ളാതാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആകെ ബാക്കിയുള്ളവരെ വിമർശിക്കാൻ കൊള്ളാമെന്നല്ലാതെ അവനവനോ അന്യർക്കോ 10 പൈസയുടെ പ്രയോജനമുള്ള കാര്യം ചെയ്യാൻ കൊള്ളുകയില്ല നിങ്ങളുടെ വിദ്യാഭ്യാസം എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആകത്തുക. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവന് കോമൺ സെൻസ് വച്ച് നിങ്ങളെയൊക്കെ ഭരിക്കാൻ പറ്റുന്നത്. നിങ്ങളാകെ ഗവൺമെൻറ്റിന് വേണ്ട സർട്ടിഫിക്കറ്റിന് വേണ്ടി വിദ്യാഭ്യാസം ഇല്ലാത്തവൻ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യാൻ മാത്രം പ്രാപ്തരാക്കി തരുന്നതും, ബാക്കി സമയം വിദ്യാഭ്യാസം ഇല്ലാത്തവൻ നടത്തുന്ന ഭരണത്തെ കൈപൊക്കി ആസ്വദിക്കാൻ പറ്റുന്നവരാക്കുവാനും, അല്ലാതെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കൊള്ളുന്നവരെ സൃഷ്ടിക്കാൻ ഇന്ത്യൻ വിദ്യാഭ്യാസം കൊള്ളില്ല. അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവൻ നടത്തുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം വിദ്യാഭ്യാസം നിങ്ങൾക്ക് തരുന്നത് ഭയം മാത്രമാണ്. എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും നടത്തുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അക്കാഡമിക് തലത്തിൽ വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അവർ ശമ്പളക്കാരായി നിയമിക്കുന്നത് മുഴുവൻ അക്കാഡമിക് എക്സലൻസ് ഉള്ളവരെയുമാണ്. ഒരു തെറ്റിദ്ധാരണ മറ്റവരവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നടക്കുന്നതെന്നാണ്. അതറിയണമെങ്കിൽ അവിടെ പോയി നിന്ന് കേൾക്കണം. കാരണം വെച്ചാൽ മുണ്ട് മാടിക്കെട്ടി നല്ല തെറിയാണ് വിളിക്കുന്നത്. അവൻ തെറി വിളിച്ചാൽ യെസ് സാർ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് നിൽക്കാനല്ലാതെ ഈ വിദ്യാഭ്യാസം ഉള്ളവനെ യാതൊന്നിനും കൊള്ളത്തുമില്ല. അഭിമാനങ്ങളുള്ളവൻ പിറ്റേ ദിവസം രാജിവെച്ചു പോവും. അടുത്ത സ്ഥലത്ത് ചെന്നാൽ ഇതിലും വലിയ തെറിയാണ്. അവസാനം അവനാണ് ഈ അലഞ്ഞു തരിച്ച് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പിടിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ സത്യമായി പോയി. അല്ല, സത്യമല്ലെങ്കിൽ പറയാം. ഇന്ത്യയിലെ അക്കാഡമിക് എക്സലൻസ് കൂടി വരും തോറും സ്ഥാപനങ്ങളില്ലാതാവും. അക്കാഡമിക് എക്സലൻസ് ഇല്ലാത്തവനുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ മക്കൾ പഠിച്ചു വരുമ്പോൾ സ്ഥാപനം തകർന്നു പോകും. മലയാളികളില്ല. കേരളത്തിന് വെളിയിലാണ് അക്കാഡമിക് ഇത് കുറവുള്ളത്. അവിടെയൊക്കെ സ്ഥാപനങ്ങൾ കണ്ടമാനം ഉണ്ടാവും. കേരളത്തിൽ അക്കാഡമിക് എക്സലൻസ് കൂടുതലാണ്. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനേ പറ്റുള്ളൂ. ആരെങ്കിലും ഒരുത്തൻ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ തന്നെ മക്കളെ പഠിപ്പിക്കും. കാരണം വെച്ചാൽ പെണ്ണ് കിട്ടുകയല്ല അവൻ്റെ മക്കൾക്ക്. അത് കാരണം പഠിപ്പിച്ച് എവിടുന്നെങ്കിലും ഒരു
വിദ്യാഭ്യാസം കൂടിയൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിയും. വിദ്യാഭ്യാസം കൂടിയതായതുകൊണ്ട് രണ്ടും തമ്മിൽ അടി തുടങ്ങും. ഒരാഴ്ച കഴിയുമ്പോൾ മിക്കവാറും അപ്പനുണ്ടാക്കിയ സ്ഥാപനം ഇവൻ കുത്തുവാള എടുപ്പിച്ച് തറയിലുമാകും. എന്താണോ ചിരിക്കുന്നത്? നേരിട്ട് കണ്ട അനുഭവം പോലെയാ പറയുന്നത് അല്ലേ? ഇതിനൊന്നും ലോജിക്കില്ല. അതുകൊണ്ട് വളരെ ഇതായിട്ടാണ് നമ്മൾ പോകുന്നത്. പഴയ ആളുകൾ പഠിച്ചത് ഉപയോഗപ്രദമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവരുടെ റിസർച്ച് ആ വഴിയിലാണ്. നമ്മുടെ റിസർച്ച് ഒന്നും ഇന്ന് ആ വഴിയിലല്ല. അവർ ഓരോന്നിനെയും ഉപയോഗിക്കുന്നത് കൃത്യമായി അറിഞ്ഞിട്ടാണ്. അതിൽ വേരുപയോഗിച്ച്, വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗമാണ്. അതിൽ ഛർദി ഉണ്ടാക്കുന്നതാണ് വേര്. ഒന്ന് ഛർദിപ്പിക്കണം തോന്നിയാൽ വേറെ അരച്ചു കൊടുത്താൽ മതി. അതിലേറ്റവും രസകരമായത് ചിലതരം പനികൾ ഒരിക്കലും മാറാത്തതിന് ഛർദിപ്പിച്ചാൽ ആ പനി പോകും. എന്നാൽ ഛർദിക്കുന്ന ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഒരപകടവുമില്ലാതെ ഛർദിപ്പിച്ച് പനി മാറ്റുന്ന ഒന്ന് ഇതിൻ്റെ പേരാണ്. ഛർദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പനി വിടും. കാരണം ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന പനിയെല്ലാം, ഫുഡ് പോയ്സൺ മുതലായവയിൽ വരുന്ന പനികളെല്ലാം, വയറിൻ്റെ സ്തംഭനം മുതലായവയിൽ വരുന്ന പനികളെല്ലാം ഇതിൻ്റെ വേരരച്ചു കൊടുത്ത് ഛർദിപ്പിച്ചാൽ മതി. മൂത്രളമാണ്, മൂത്രതടസ്സം മാറും. മൂത്രകൃച്ഛത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് വള്ളിയൊഴിഞ്ഞ. സ്വേദജനകമാണ്, വേർപ്പ് ഗ്രന്ഥികളെ പ്രവർത്തിപ്പിക്കും. വേർപ്പില്ലാതെ ഇപ്പോൾ ധാരാളം കുട്ടികൾ ജനിക്കുന്ന കാലമാണ്. അത് ഈ ബ്രോയിലർ ചിക്കൻ അതുപോലുള്ള മാംസത്തിൻ്റെയൊക്കെ ആഗമനം വന്നതോടുകൂടി മാംസഭുക്കുകളായ ജീവികൾ വേർക്കില്ല. മനുഷ്യനും വേർക്കാതായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒട്ടേറെ രോഗങ്ങൾ, വേർപ്പൊഴി ഒട്ടേറെ മാലിന്യം പുറത്തു പോകുന്നുണ്ട്. അത് തടയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് AC-യിൽ തന്നെ ജീവിക്കുക. അപ്പോഴൊന്നും വേർക്കുകയില്ല. ശരീരത്തിലെ മാലിന്യം പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറയും. 2 വെയിൽ കൊള്ളുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടാവും. അതിന് D ഉള്ള ടിൻ ഫുഡുകളൊക്കെ വാങ്ങിച്ച് വയസ്സുകാലത്ത് കഴിക്കുക. അതിൻ്റെ പ്രത്യേക പരസ്യമൊക്കെ ഉണ്ട്. വെയിൽ കൊണ്ടാൽ മതി. ഇന്ത്യക്കാരൻ വൈറ്റമിൻ D കൂട്ടാൻ വേണ്ടി ഔഷധം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാവൃത്തികേടാണ്. കാരണം സുലഭമായ വൈറ്റമിൻ D ആണ് സൂര്യൻ തന്നുകൊണ്ടിരിക്കുന്നത്. അത് സൂര്യനിൽ നിന്ന് നേരിട്ട് ആഗിരണം ചെയ്യുന്നതാണ്. ആ നിലയിൽ വളരെ എളുപ്പവുമാണ്. അതേപോലെ പുറത്ത് പണിയെടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ വേർക്കുമ്പോൾ ഒട്ടേറെ മാലിന്യം ശരീരത്തിൽ നിന്ന് പോകും. ചെറിയ അളവിലൊന്നുമല്ല, വലിയ അളവിൽ. അതുകൊണ്ട് വേർക്കാത്ത ജന്മം ഇപ്പോൾ വളരെ കൂടുതലാണ്. കുട്ടികൾ വേർക്കാത്ത കുട്ടികളുണ്ട്. വേർക്കാതെ വന്നാൽ കണ്ടമാനം വെള്ളം കുടിക്കേണ്ടി വരും. പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരിടത്തിരിക്കാൻ പറ്റില്ല, ചുട്ടുനീറ്റം ഉണ്ടാവും. അങ്ങനെ വരുന്നിടത്ത് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഉഴിഞ്ഞ. ഉഴിഞ്ഞ കൊടുത്താൽ വേർക്കും. വേരിനാണ് ആ ഗുണമുള്ളത്. നടുവേദനയ്ക്ക് ദൃഷ്ടഫലമാണ്. അഗ്രവാദത്തിന് കൈകണ്ട ഔഷധമാണ്. ഞരമ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വള്ളിയൊഴിഞ്ഞ കഴിഞ്ഞേ മരുന്നുള്ളൂ. അഗ്രവാദം എന്ന് പറയുന്നത് വാദത്തിൻ്റെ ഒരു വിഭാഗമാണ്. 80 വാദങ്ങളിലൊന്നാണ് അഗ്രവാദം. അതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് ഇതിൻ്റെ പേര്. ശിരക്കമ്പം, കമ്പവാദം,
താണ്ഡവ രോഗം, ഇതൊക്കെ ഞരമ്പ് രോഗങ്ങളാണ്. ഉപയോഗിക്കാം. താണ്ഡവരോഗം എന്ന് പറയുന്നത് സെൻറ്റ് വിച്ചൂസ് ഡാൻസ്. താണ്ഡവരോഗം ഭൈഷജ്യരത്നാവലി. സെൻറ്റ് വിച്ചൂസ് ഡാൻസിന് ഞാൻ തർജ്ജമ ചെയ്ത് താണ്ഡവരോഗം എന്ന് പറഞ്ഞതല്ല. സെൻറ്റ് വിച്ചൂസ് ഡാൻസ് കണ്ടെത്തുന്നതിന് മുമ്പ് ഭാരതീയർ താണ്ഡവരോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇൻ ഭൈഷജ്യരത്നാവലി. ശിവൻ്റെ താണ്ഡവം പോലെ ശരീരമിട്ടാടുന്നതാണ് താണ്ഡവരോഗം. അതെല്ലാം ഒരേ വകുപ്പിൽ വരുന്നതാണ്. ബെൽസ് ഡിസീസ്, സെൻറ്റ് വിച്ചൂസ് ഡാൻസ്, കൊറിയ, ഡിസ്റ്റോണിയ, ടാഡിയു ഡിസ്കൈനേഷ്യ, ദെൻ പാർക്കിൻസോണിസം. ഇതെല്ലാം ഏതാണ്ട് ഒരേ വകുപ്പിൽ വരുന്നതാണ്. ഈഷദ് ഭേദമേ ഉള്ളൂ. അതിനെല്ലാത്തിനും ഫലപ്രദമായൊരു ഔഷധമാണ് വള്ളിയുഴിഞ്ഞയുടെ വേര്. ഇല്ല, അത് അതിൻ്റെ അളവ് മാറ്റി കൊടുക്കും, മറ്റ് മരുന്നുകൾ ചേർത്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും. വളരെ സമർത്ഥന്മാരായ വൈദ്യന്മാർ 100 പേഷ്യൻസ് വരുന്നതിൽ ഒരാൾ, ചിലപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടാവും, അതിൽ ഒരാൾക്ക് ഈ മരുന്ന് ചിലപ്പോൾ കൊടുക്കും. അയാൾ മാറിയെന്ന് നാട്ടുകാരോട് മുഴുവൻ പറയും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇങ്ങോട്ടെത്തും. അല്ലാതെ പത്രത്തിലൊന്നും പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഇത് തന്നെ കൊടുക്കുകയൊന്നുമില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതിൽ 1-2 പേർക്ക് വീണ്ടും കൊടുക്കും. കാരണം മറ്റുള്ളവർ അത് വിശ്വസിച്ച് കഴിക്കില്ല. അതാൾ നോക്കണം. കാരണം സോമമുള്ളതായതുകൊണ്ട് അത് വിശ്വസിച്ച് കഴിക്കും. താൻ എഴുതി കൊടുത്താലെന്നുള്ളവർക്ക് മാത്രമേ അത്ര ഫലപ്രദങ്ങളായ ഔഷധങ്ങൾ എഴുതുകയുള്ളൂ. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ മാറുന്നവൻ വീണ്ടും പറയും അവിടെ പോയാൽ മാറും. ബാക്കിയുള്ളവൻ വരും, കാശ് അവിടെ കൊടുക്കും, മരുന്ന് മേടിക്കും, പോകും. അവൻ പറയുന്നതൊന്നും ആരും കാരണം വെച്ചാൽ അവൻ ഇന്നുവരെ സത്യം പറഞ്ഞിട്ടില്ല എന്ന് ലോകർക്കും അറിയാവുന്നതുകൊണ്ട് അവനൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായി കഴിച്ചില്ല എന്ന് അവർ തന്നെ പറയും. ബസ് അവൻ്റെ പബ്ലിസിറ്റിയിലല്ല ലോകം നിൽക്കുന്നത്. മാധ്യമങ്ങളെ ലോകം വിശ്വസിക്കുന്നില്ല. അതുപോലെ കള്ളം പറയുന്നവനെയും ലോകം വിശ്വസിക്കുന്നില്ല. സത്യത്തെ ലോകം എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതമാകുമോ എന്നറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന മനോരമ എഴുതിയാൽ, മാതൃഭൂമി എഴുതിയാൽ ഒരു പുല്ലുമില്ല. അവരെയൊന്നും ലോകം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരിന്ന് എല്ലാവരെയും വിളിച്ച് ചർച്ചയൊക്കെ നടത്തുന്നത്. ചർച്ചിച്ച് ആകെ നാനാവിധമാകുന്നു മാത്രമേ ഉള്ളൂ. ലോകം ഈ ചർച്ചയൊന്നും വിശ്വസിക്കുന്നില്ല. അരക്കള്ളനും മുക്കാക്കള്ളനും മുഴുക്കള്ളനുമായിട്ട് ലോകം വിശ്വസിക്കുന്നവരെയെല്ലാം. ലോകം നിലനിൽക്കുന്നത് സത്യത്തിൽ ആകൃഷ്ടമായാണ്. അതറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് സോമത്തെ അറിയുന്ന ഒരുവൻ, അതിനെ ബഹുമാനിക്കുമെന്ന് തോന്നുന്ന ഒരുവന് കൊടുക്കുമ്പോൾ അവൻ ലോകത്തോട് പറയും എൻ്റെ മാറും. കേട്ടിട്ട് ഒരുപാട് ആളുകൾ ഓടിച്ചെല്ലും. അതിനകത്തും ആരെങ്കിലും പ്രയോജനമുള്ളവൻ കാണും, അവന് കൊടുക്കും. ചോറ് വിശപ്പുള്ളവന് കൊടുക്കണം. വിശപ്പില്ലാത്തവന് കൊടുത്താൽ അതെല്ലാം അവിടെ വാരിത്തൂളും. പിന്നെ അവിടെ മുഴുവൻ വൃത്തിയാക്കണം. അതിനേക്കാൾ കൂടുതൽ ആ പാത്രം അവൻ ഉണ്ടിടത്തിട്ട് തല്ലിപ്പൊട്ടിക്കും. ഇതാണ് അതിൻ്റെ നിയമം. വൈദ്യശാസ്ത്രത്തിൽ ഇത് പ്രത്യേകം പഠിക്കണം. ചുമ്മാ ഒരു തമാശയ്ക്കാണ്. ആ ഒരു കാര്യം ചെയ്യാൻ വെറുതെ ഇരിക്കുകയാണെന്ന്. ഇന്നൊരു കാര്യം ചെയ്യാം. ഡോക്ടർ സോവിനെ പോയി കാണാം. അവിടെ നല്ല തിരക്കായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നമ്മളിവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അവിടെ പോയി തിരക്കിനകത്തുനിന്ന് കളിക്കാം. രാവിലെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നു. പോകുന്ന വഴിക്ക് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ചെന്നു ആയിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു. $1 മില്യൺ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ചെല്ലുന്ന കാണുമ്പോഴേ വൈദ്യൻ മിടുക്കനാണെങ്കിൽ അറിയാം ഇവൻ വെറുതെ ഉരുട്ടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ വളരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി ബൊക്കയും ഗാർലൻഡും ഒക്കെ കൊടുത്ത് അവരുടെ അടുത്ത് അവിടെ ഇരുത്തിയിട്ട് പറയാം ഞാനിതെല്ലാം കഴിഞ്ഞു വരാമെന്ന് പറയുക. അപ്പോൾ അവന് വലിയ സന്തോഷമാവും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇയാളവനെ ഒഴിവാക്കിയതാണെന്നല്ല തോന്നുന്നത്, ബഹുമാനിച്ചതാണെന്ന് തോന്നുന്നു. കാരണം ആ ഈഗോയെ ബഹുമാനിച്ച് വളരെ കാര്യമായിരുത്തി ഒരു നല്ല ചായയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബോറടിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോവുക. പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കുറേ നേരം വർത്തമാനം പറയുക. മിക്കവാറും ഇവനൊന്നും ചോദിക്കാൻ പൊക്കോളും. ചിലപ്പം ഒന്നിറങ്ങിയിട്ട് തിരിച്ച് കയറുമെന്ന്, അല്ല ഞാൻ മറന്നുപോയി, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം മറന്നു പോകുന്ന അസുഖമേ ഉള്ളൂ. അതിനെന്തെങ്കിലും ഒരു ലൊടുക്ക് എഴുതി കൊടുക്കുക, അതവനെ കുറിപ്പ് വഴി കളയും. പിന്നെയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വരും, പണ്ട് ഞാനൊരു കുറിപ്പ് എഴുതിയായിരുന്നു, അത് മറന്നുപോയി, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വരും. അന്നേരം ഒരു കുറിപ്പ് എഴുതിക്കൊള്ളുക, പിണക്കാതെ. കാരണം ബാക്കിയുള്ളവർക്ക് ഉപദ്രവം വരാതെ. ഇതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. കാരണം സോമത്തെ അംഗീകരിക്കാത്തിടത്ത് ഔഷധം ഫലിക്കില്ല. അത് ദശപുഷ്പങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉഴിഞ്ഞയിൽ പ്രത്യേകം, കാരണം മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്, ഇന്ദ്രത്വമുള്ളതാണ്, ഇതന്ത്രമാണ്. ഇപ്പം മൂത്രകൃച്ഛം, അഗ്രവാദം, നടുവേദന, ആസ്തമ, ശ്വാസമുട്ടലിന് ഏറ്റവും നല്ല ഔഷധമാണ്. 2 നേരം കഴിക്കുമ്പോഴേക്ക് മാറും. നീര് കൊടുത്താൽ മതി, ശർക്കരയിൽ അരച്ചു കൊടുത്താലും മതി, കൽക്കണ്ടത്തിൽ അരച്ചു കൊടുത്താലും വേര് മാത്രം. ബാക്കിന് വരും ഔഷധങ്ങൾ പറയാൻ. ഇതിപ്പോൾ അതിൻ്റെ ഉപയുക്ത ഭാഗങ്ങൾ പറഞ്ഞപ്പം ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇല ശരീരത്തെ ചുമപ്പിക്കുന്നതും അഗ്രവാദം നശിപ്പിക്കുന്നതും നയനരോഗങ്ങളെല്ലാം മാറ്റുന്നതുമാണ്. ഒടിവിനും ചതവിനുമൊക്കെ പൂച്ച് ആയിട്ട് വയ്ക്കാൻ ഏറ്റവും പറ്റിയതാണ്. ഒടിവും ചതവുമൊക്കെ വെറുതെ അരച്ച് കെട്ടിയാൽ മാറി കിട്ടും. ഏതൊടിവും പിടിച്ചിട്ടിട്ട് ഇതരച്ച് ചുറ്റി കെട്ടിയാൽ പെട്ടെന്ന് ശരിയാവും. വിത്ത് പുഷ്ടികരമാണ്, വിയർപ്പിക്കുന്നതാണ്, അഗ്രവാദത്തിന് ഉത്തമമാണ്, ജ്വരഹരമാണ്, പനിയില്ലാതാക്കും. സമൂലം നാഡീവ്യൂഹത്തെ മന്ദീഭവിപ്പിക്കുന്നതാണ്, ബുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്, ഓർമ്മശക്തി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മന്ദബുദ്ധികളെ ചികിത്സിക്കുന്നിടത്ത് വള്ളിയൊഴിഞ്ഞ കൈകണ്ട ഫലം തരുന്ന ഔഷധമാണ്. അതിനുള്ള മരുന്നുകൾ പലതും ഉണ്ടാക്കുമ്പോൾ വള്ളിയൊഴിഞ്ഞ് അതിൽ പങ്കുവഹിക്കും. ജഠരാഗ്നി വർദ്ധിപ്പിക്കുന്നതാണ്, നല്ല വിശപ്പുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇല, വിത്ത്, വേര്, സമൂലം ഇത് ഗ്രാഹ്യമാണ്. ഇനി ഇതിൻ്റെ പ്രയോഗങ്ങളാണ്. ഇതുപയോഗിച്ച് പ്രയോഗങ്ങളാണ്. അതിനു മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പ്രയോഗങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് സമയം തൈ സസ്യങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ സങ്കല്പത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ സ്ഥൂല ശരീരത്തിൽ രോഗം മാറുന്നത് എന്നല്ല പറഞ്ഞു. അതെ. അപ്പോൾ അതല്ലാതെ തന്നെ ഈ സങ്കല്പങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ രോഗം സങ്കല്പത്തിൽ മാറ്റം വന്നാൽ സസ്യം ഇല്ലെങ്കിലും രോഗം മാറും. സസ്യങ്ങൾ ചെയ്യുന്നതും സങ്കല്പത്തിലെ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ചില ഔഷധങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ സ്വഭാവം മാറും, അപ്പോൾ രോഗവും മാറും. സ്വഭാവം മാറാതെ രോഗം മാറില്ല.
നമ്മുടെ സ്വഭാവമാണ് രോഗങ്ങൾക്ക് കാരണം. പൂർവജന്മകൃതമായ പാപം വരുത്തി വച്ചിരിക്കുന്ന വാസനാജാലങ്ങളാണ് രോഗങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആ വാസനകൾ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ആ വാസനകൾ പ്രകടമാകുന്നത് സ്ഥൂല ശരീരത്തിലാണെങ്കിലും അത് സുപ്തമായി കിടക്കുന്നത് സ്വപ്ന സുഷുപ്ത ശരീരങ്ങളിലാണ്. അതുകൊണ്ട് സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിലാണ് ആ മാറ്റം വരുത്തുന്നത്. സസ്യങ്ങൾ കഴിക്കുമ്പോൾ നമ്മളുടെ സ്ഥൂല ശരീരത്തിലല്ല അത് പെട്ടെന്ന് മാറ്റം വരുത്തുന്നത്. അതാണ് അതിൻ്റെ യുക്തി. അത് കഴിച്ചു കഴിയുമ്പോൾ പല തലങ്ങളിലും നമ്മുടെ സ്വഭാവം മാറും. അതിൽ പ്രകടമായി മാറുന്നവ, പതുക്കെ മാറുന്നവ, രണ്ട് തരമുള്ള കറുപ്പ്, കഞ്ചാവ്, ഭാങ്ക് ഇവയൊക്കെ സസ്യമാണ്. അവ പ്രകടമായി പെട്ടെന്ന് മാറ്റം വരുത്തുന്നവയാണ്. വളരെ പെട്ടെന്ന് മാറ്റം വരും. അല്ലാതെ മാറാം. ചില ആളുകളുടെ സമ്പർക്കം കൊണ്ട്, ചില ഈശ്വര പ്രണിധാനം കൊണ്ട് ഒക്കെ മാറാം. ചില മണികളുടെ സാമീപ്യം കൊണ്ട് ഒക്കെ മാറാം. അങ്ങനെ മാറാറുണ്ട്. അതുപോലൊന്നാണിത്. പക്ഷേ മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമായി ഉപയോഗിക്കാവുന്നത് സസ്യങ്ങളാണ്. ഒന്ന്, കാര്യമായ പാർശ്വഫലങ്ങൾ ഇല്ല. അതാണ് ഒരു മെച്ചം. പിന്നെ പാർശ്വഫലങ്ങൾ ഉണ്ടാകാവുന്നവയ്ക്ക് യോഗ ഔഷധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഏക ഔഷധങ്ങളെ ആയുർവേദം ഒരു ശാസ്ത്രമെന്ന നിലയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആയുർവേദം പഠിക്കാൻ പോകുമ്പോൾ ഒറ്റമൂലി പ്രയോഗം അരുതെന്നാണ് പഠിക്കുന്നത്. ആവാം എന്നല്ല പഠിക്കുന്നത്. ഒരിക്കലും അതിനെ അനുകൂലിച്ച് ശാസ്ത്രം പഠിപ്പിക്കുന്നില്ല. അത് വളരെ അപകടകാരിയാണ്. അറിയാവുന്നവർ മാത്രമേ അത് ചെയ്യാവൂ. അത് ശാസ്ത്രം നല്ലപോലെ പഠിക്കാത്തവർ ചെയ്താൽ വലിയ അപകടകാരിയാണ്. യോഗ ഔഷധങ്ങളെ മാത്രമേ ആയുർവേദം അതിൻ്റെ രാജശാസന ശാസ്ത്രത്തിൽ അംഗീകരിച്ചിട്ടുള്ളൂ. അല്ലാത്തതിനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. സ്വരസങ്ങളെ, ഏക ഔഷധ സ്വരസങ്ങളെ ആയുർവേദം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കാര്യമായി. ഏത് ഗ്രന്ഥങ്ങൾ? ചികിത്സാ കൗതുകം ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. പ്രാചീന താളിയോലകളിൽ നിന്ന് കിട്ടിയ ഔഷധ പ്രയോഗങ്ങൾ അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ മാൻസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ പോയിരുന്ന് എഴുതിയത് മാത്രമാണ്. നോക്കുക എത്രയുണ്ടെന്ന് ബൃഹത്രൈ എടുത്ത് പഠിക്കുക. എത്രത്തോളം ഏക ഔഷധങ്ങൾ, അവയുടെ സ്വരസങ്ങളൊക്കെ കണ്ണടച്ചു കൊടുക്കാൻ സുശ്രുതൻ, ചരകൻ, വാഗ്ഭടൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ഹാരീതൻ, ഭേളൻ. രാജകീയ ചികിത്സാ ശാസ്ത്രങ്ങളിൽ ഔഷധങ്ങൾക്ക് ഉള്ള പാർശ്വഫലങ്ങൾ കൂടി പോകുമാറുള്ള യോഗ ഔഷധങ്ങളാണ് അവർ കൂടുതലും എഴുതിയിട്ടുള്ളത്. എന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് മുഴുവൻ നിഷേധിക്കുകയല്ല. അത് വളരെ അപൂർവമായേ ഉള്ളൂ മറ്റതുമായി തുലനം ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ അറിയണം, ഇന്ന ഔഷധം കൊടുത്താൽ, ഇപ്പം ഒരാളുടെ BP കുറയണം, അത് അയാൾ ഔഷധം പഠിച്ചിട്ടുള്ള ഒരാളുടെ അടുക്ക് വന്നു. അതിപ്പം ആയുർവേദ ഔഷധ ചെടികളെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും ഫലപ്രദമായി എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം സർപ്പൻറ്റീന, സർപ്പഗന്ധ, അത് വേര് അരച്ച് കഴിച്ചാൽ BP പെട്ടെന്ന് താഴും. നോക്കി നിൽക്കുമ്പോൾ താഴും. വേറെ ഒരു മരുന്നും അത്രയും വേഗം താഴില്ല. അലോപ്പതിയിൽ പോലും AG സർപ്പൻറ്റൈൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് തന്നെയുണ്ട്. സർപ്പാസിലുണ്ട്. അതൊക്കെ നിർത്തലാക്കിയത് സത്യത്തിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാണ്.
ഒരു കാലഘട്ടത്തിൽ അത് വാങ്ങിച്ച് കഴിച്ച രോഗികൾ അവരുടെ മക്കളൊക്കെ മെൻ്റലാണ്, വിഷാദ രോഗത്തിന് അടിമകളാണ്. രണ്ട് എന്താ ഇവരെ വിഷാദരോഗത്തിന് അടിമകളാണ്. രണ്ട്, ആ പരമ്പരയിൽ മെൻ്റലായിട്ടുള്ള ഒരുപാട് കുട്ടികൾ വരും. താൽക്കാലികമായി അവർക്ക് കണ്ടില്ലെങ്കിൽ അവർക്ക് തന്നെ കാണും. ആത്മഹത്യാ പ്രവണത വളരെ കൂടുതലാണ് ഈ സാധനത്തിന്. സർപ്പഗന്ധ ചേർത്ത ഒരു ഔഷധം സർപ്പഗന്ധയുടെ പാർശ്വഫലം ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ ചേരുന്നില്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകും. പാർശ്വഫലങ്ങൾ മാറ്റുന്ന ഒരു ഔഷധം ചേർന്നില്ലെങ്കിൽ ബാലോന്മാദത്തിൽ ഏറ്റവും ശക്തമായ സാധനങ്ങളിലൊന്നാണ് സർപ്പഗന്ധ. പാണലും വയമ്പും ചേരുന്നില്ലെങ്കിൽ ആ കുട്ടികൾ പോക്കാവും. അപ്പം അത് യോഗ ഔഷധമാണ്. അതുകൊണ്ട് പ്രാചീനർ യോഗ ഔഷധങ്ങൾക്ക് ഏക ഔഷധങ്ങളെക്കാൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ക്ഷിപ്രസാധ്യങ്ങളായ ഏക ഔഷധങ്ങൾ കൊടുക്കാം. ഇപ്പോൾ ദശപുഷ്പങ്ങൾ, അവയ്ക്ക് പാർശ്വഫലങ്ങളില്ല, അതുകൊണ്ട് കൊടുക്കാം. അല്ലാത്തവ കൊടുക്കുമ്പോൾ, ഇങ്ങനെ പാർശ്വഫലങ്ങൾ ഉള്ളവ കൊടുക്കുമ്പോൾ അതിന് പ്രതിദ്വന്ദ്വികളായ പ്രത്യൗഷധങ്ങളെ അറിഞ്ഞിരിക്കണം. ആഹാരത്തിൽ പോലും നിർബന്ധമാണ്. ഇപ്പോൾ ചക്കയുടെ സീസണായി, ആർത്തി കൊണ്ട് ചക്ക വളരെ ഇഷ്ടമാണ്. ചോറുണ്ണാതിരുന്ന് പുഴുക്കുമൊക്കെ തിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വയറെല്ലാം കൊട്ടി വീർക്കും. ആമം പചിക്കാതാവും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആമവാദം തുടങ്ങും. പിന്നെ അവൻ ജീവിതത്തിൽ ചക്ക തിന്നേണ്ടി വരികയില്ല. മിതമായൊക്കെ കഴിക്കുന്നതിന് പകരം ദഹനം കുറവായിരിക്കുന്ന സമയത്ത് നല്ല പോലെ അങ്ങ് തിന്നു. ചക്ക പുഴുക്കോ ചക്ക എരിശ്ശേരിയോ ചക്ക ചവണി അച്ചാറോ. ഏറ്റവും സ്വാദുള്ള അച്ചാർ ചവണി അച്ചാറാണ്. അതൊന്നും നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ചക്ക എൻ്റെ ഇതുണ്ടായി വരുന്ന സമയമാണ്, പൂവുണ്ടായി വരുന്ന സമയമാണ്. ചക്കയുടെ പൂ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചക്കപ്പൂ കണ്ടിട്ടുണ്ടാവില്ല. അല്ല, പൂതലല്ല, ചക്കയുടെ പൂവുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചക്ക ഉണ്ടാകുമ്പോൾ ആ മുള്ളാകുന്നതിന് മുമ്പുള്ള ഇടയിലെല്ലാം പൂ വിടർന്ന് നിൽക്കും. അതൊക്കെ പോയി നോക്കി പഠിക്കണേ. ഇതിനൊന്നും നേരമില്ലല്ലോ. വായി നോക്കാനല്ലാതെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാകുന്നത് നോക്കാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അന്നേ രക്ഷപ്പെട്ടേനെ. ചാരം ചൂടിയ പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും. നല്ല വെള്ളപ്പൂവാണ്. അന്നേരമാണ് അതിൽ തേനീച്ച വന്നിരുന്ന് അതിൻ്റെ തേനും കുടിച്ച് അതിനകത്ത് ബീജസങ്കലനം നടത്തിപ്പോകുന്നു. ആ ബീജസങ്കലനം ചെല്ലുന്ന പൂവിൻ്റെ അകത്ത് മാത്രമേ കുരു ഉണ്ടാവുള്ളൂ, അല്ലാതെ കുരു ആവില്ല. അതാണ് ചുളയാകുന്നത്. അപ്പോൾ ആ പരുവത്തിലുള്ള പൂവായിട്ട് നിൽക്കുന്ന പരുവത്തിലുള്ള എടുത്ത് ചമ്മന്തി അരയ്ക്കും, ചുട്ട്. ഏറ്റവും ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ചക്ക കൊണ്ടുള്ള ഉപയോഗം വളരെ കൂടുതലാണ്. ഒരു ചക്ക പറിച്ചാൽ സാധാരണ പഴയ കാലത്ത് അതിൻ്റെ മടലി ചേർത്തെടുത്ത് അവിയലുണ്ടാക്കും. അതിൻ്റെ ചവണി അച്ചാറുണ്ട്. അതിൻ്റെ കുരു ചക്കക്കുരുവും മാങ്ങയും കൂടെ വെക്കാൻ ഉപയോഗിക്കും. അല്ലെങ്കിൽ ചക്കക്കുരുവും മുരിങ്ങക്കായും കൂടി തോരൻ വെക്കും. അതുമല്ലെങ്കിൽ അതിൻ്റെ ചക്കക്കുരുവും വേറെ എന്തെങ്കിലും കൂടി ഇട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കും. അതുകൂടാതെ അതിൻ്റെ നടുക്കുള്ള കൂഞ്ഞിലും ചക്കക്കുരുവും കൂടെ മുറിച്ചിട്ട് മല്ലിയും മുളകും തേങ്ങയും കൂടെ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കും.
അപ്പോൾ അതിനകത്ത് ഉപയോഗമില്ലാത്ത ഒരു സാധനം ആകപ്പാടെ പുറത്തുള്ള മുള്ളാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ആ മുള്ളാകട്ടെ ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ച് ജ്യൂസ് ഉണ്ടാക്കിയാൽ ഒന്നാന്തരം സാധനമാണ്. ഇലക്ട്രോലൈറ്റ് ഇത്രയും ഭംഗിയായി രൂപാന്തരപ്പെടുന്ന ഒരു സാധനം വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് വളരെ നല്ല സാധനമാണ്. ഇത് മുഴുവൻ നല്ലതാണ്. പക്ഷേ ഇത് ഓവറായാൽ സംഗതി ആമവാദത്തിലേക്ക് പോകും. ആമം പച്ചിക്കില്ല. കടച്ചക്ക ഗ്യാസ് കണ്ടമാനം ഉണ്ടാക്കുന്ന കടച്ചക്ക ശീമച്ചക്കയല്ലേ മണിയെന്ന് ഉദ്ദേശിച്ചത്? ഇളഞ്ചക്ക, ഇടിഞ്ചക്ക. ആ, ഇടിഞ്ചക്കയായാലും അതെ, ദഹനത്തിന് സമയമെടുക്കും. ഇടിഞ്ചക്ക പിന്നെ ഒന്ന് വേവിച്ചിട്ടാണ് ഇടിഞ്ചക്കയാക്കുന്നത്. മറ്റേ കൊത്തി എരിയുന്നതാണ് കൊത്തിയക്ക എന്ന് പറയുന്നത്. ഇതൊക്കെ ആകുമ്പോഴും ചക്ക തന്നെയാണ്. അതിന് ഓവറായിട്ട് ചെന്നാൽ ദഹനം നടക്കില്ല. അപ്പോൾ ഓവറായിട്ട് ചെന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിവിധി അറിയണം. ചുക്ക് വെള്ളം കൂടെ കുടിച്ചാൽ മതി, പെട്ടെന്ന് ദഹിക്കും. മാങ്ങ ഓവറായി ഉടനെ തേങ്ങ കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രതിവിധി അറിയണം. പ്രതിവിധി അറിയാവുന്നവൻ ആരെയെങ്കിലും കഴിച്ചോടാന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചാൽ ഇവൻ കിടന്ന് ഉരുളുമ്പോൾ ഇവിടെ കൊടുത്താൽ മതി. അറിയാൻ മേലാത്തവൻ കൂടെ ഇരിക്കുന്നവനെ പ്രോത്സാഹിപ്പിച്ച് തീറ്റി ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെയാണ് ഔഷധങ്ങളുടെ കാര്യത്തിലും. ഏക ഔഷധങ്ങളോടുള്ള ആയുർവേദത്തിൻ്റെ സമീപനം എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഇത് അറിഞ്ഞിട്ടേ ഏക ഔഷധങ്ങൾ കുറിക്കാവൂ. ഏക ഔഷധങ്ങൾ ഉത്തമമാണ് എന്ന പക്ഷത്തിലല്ല, ഏക ഔഷധങ്ങളെ ഇപ്പോൾ ഫലിക്കൂ, അത് അനിവാര്യമാണ് എന്ന പക്ഷത്തിലായിരിക്കണം കുറിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യതിയാനം. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ആ സംശയം. താൻ ചോദിച്ച ഒരു സംശയത്തിൽ നിന്ന് ഇത്രയും വളർന്നു വന്നു. എനിമോർ? അത് കാരണം ലിവറിനും മറ്റും വരുന്നത് ഒരുപാട് വെച്ചുകൊണ്ടിരിക്കാവുന്നതല്ല. അതുകൊണ്ട് പെട്ടെന്ന് ശമിപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റമൂലി കൊടുക്കുന്ന വൈദ്യൻ ഇത്ര കാലത്തേക്ക് പഥ്യം നോക്കാൻ പറയും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നോർമലായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ പറഞ്ഞു കൊടുക്കും, ഈ കഷായം വെച്ച് കഴിക്കണം. അത് യോഗ ഔഷധങ്ങൾ കൊണ്ടുള്ളതാണ്. പിന്നെ പാരമ്പര്യ വഴിക്ക് ഉപദേശമായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, എല്ലാം പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടുണ്ടാവില്ല, പറഞ്ഞു കൊടുത്തിട്ടേ ഉണ്ടാവില്ല, കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്നിടത്തൊക്കെ ചില വൈകല്യങ്ങളുണ്ടാവും. എന്നാലും തൽക്കാലം ആ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സമാധാനം ഉണ്ടാവും. ലിവർ രക്ഷപ്പെട്ടു, ഹാർട്ട് പോയിട്ടുണ്ടാവും, അല്ലെ കിഡ്നി പോയിട്ടുണ്ടാവും. അത് സാരമൊന്നുമില്ല. അത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ലല്ലോ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഹാർട്ടിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം അടുത്ത ആളിനെ കാണാമല്ലോ. അങ്ങനെ വരുന്ന വ്യതിയാനം അതിനുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തിനകത്ത് ഇതിന് വളരെ പ്രത്യേകമായിട്ട് വിധി പറയുമ്പോൾ ഈ കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ക്ലിയറായി? അപ്പം മഞ്ഞപ്പിത്തത്തിനോ അല്ലെ അതുപോലുള്ളതിനോ ഒക്കെ ഏക ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതിനുള്ള യോഗ ഔഷധങ്ങൾ തൊട്ടുപുറകെ അവർ കൊടുക്കും. അതിന് പറ്റുന്നത് കാരണം മിക്ക ആളുകളും കണ്ടു പഠിക്കുകയാണ്, അതിൻ്റെ സിദ്ധാന്തം പഠിക്കാതെ പഠിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന ഒരു വൈകല്യമാണ്. സിദ്ധാന്തം ചോദിച്ച് മനസ്സിലാക്കണം, അതിൻ്റേതായ തിയറി ഇല്ലാതെ ഒരു പ്രാക്ടിക്കലില്ല. പക്ഷെ ആളുകൾ ധരിച്ചിരിക്കുന്നത്, പ്രഗ്മാറ്റിസ്റ്റുകൾ ധരിച്ചിരിക്കുന്നത് തിയറി അനിവാര്യമേ അല്ല എന്നാണ്. ലോകം പ്രഗ്മാറ്റിസ്റ്റുകളെ കൊണ്ടും ഐഡിയോളജിസ്റ്റുകളെ കൊണ്ടും നിറഞ്ഞതാണ്. ഇവർ തമ്മിലുള്ള മത്സരമാണ് ലോകത്ത് കാണുന്നത്. അപ്പോൾ പ്രഗ്മാറ്റിക് ഫിലോസഫിയുടെ ആചാര്യന്മാർ ലോകത്തെ, അതായത് പ്രായോഗികതാവാദം, നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ അതാണ് പറയുന്നത്, പ്രായോഗികതാവാദം എന്നാണ് അതിന് പറയുന്നത്. പ്രഗ്മാറ്റിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ പ്രായോഗികതാവാദം എന്ന് പറഞ്ഞാൽ ലോകത്തെ പറ്റിക്കുന്ന സാധനമാണ്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വരും. അപ്പോൾ അവർ തിയറിയൊന്നും പഠിക്കാൻ മെനക്കെടുകയില്ല.
തിയറി ക്ലാസ്സിൽ കയറുകയില്ല, കാരണം ബോറടിക്കും. ലോകത്തെല്ലാ തിയറിയും ബോറടിക്കുന്ന സാധനമാണ്. ആ ക്ലാസ്സിലിരിക്കാൻ പറ്റില്ല. പ്രാക്ടിക്കൽസ് എല്ലാം രസമുള്ളതാണ്. ആം ഐ റൈറ്റ്? എൻജിനീയറിങ് പഠിക്കുമ്പോൾ ഹിസ്റ്ററി ഓഫ് എൻജിനീയറിങ് ഒരു പേപ്പർ ഉണ്ടാവും. പരമ ബോറായിരിക്കും ക്ലാസ്, ആര് പഠിപ്പിച്ചാലും. മാത്തമാറ്റിക്സ് പഠിക്കാൻ പോകുന്ന ഒരുവന് തീർച്ചയായും കോംപ്ലക്സ് വേരിയബിൾസ് അറുപൊളിയായിരിക്കും, പഠിക്കാൻ പറ്റില്ല. ആയുർവേദം പഠിക്കാൻ പോകുന്നവനെ സംബന്ധിച്ച് ബേസിക് പ്രിൻസിപ്പിളിൻ്റെ ക്ലാസ്സിൽ കയറാനേ പറ്റുകയില്ല. പഠിപ്പിക്കുന്നയാളൊരല്പം അരസികൻ കൂടെ ആണെങ്കിൽ പോക്കാണ് ആ ക്ലാസ്. പിള്ളേർ കഴിവുണ്ട്, ജനലിനൊക്കെ കമ്പി ഇല്ലെങ്കിൽ ചാടിപ്പോവും അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ. കാരണം ഇത് കേട്ടോണ്ടിരിക്കണ്ടേ, ഈ വാദവും പിത്തവും കഫവും ഒക്കെ. ഇതെന്തോണെന്ന് ഇവനും മനസ്സിലാകില്ല, പഠിപ്പിക്കുന്ന ആളിലും മനസ്സിലാവില്ല. അതാണ് ഇതിനകത്ത്. Am I right? Am I right? ആയുർവേദ ഡോക്ടർമാരിരിപ്പുണ്ട്, അപ്പോൾ അവരോട് ചോദിച്ചാൽ അറിയാം. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയും പറ്റിക്കാം, ഇത് ഒരു രക്ഷയും. അത് തിയറിയുടെ പ്രശ്നമാണ്. ഏതിൻ്റെ തിയറി ആണെങ്കിലും തിയറി പഠിക്കാൻ സമയത്ത് ബോറടിക്കും. അതുകൊണ്ട് തിയറി ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്നില്ല. ഏത് സബ്ജക്റ്റായാലും. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞു. ആ ഫീൽഡിലുള്ളവർ ഇരിക്കുന്നതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ളതും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെടും. കണ്ടുപിടിക്കുമ്പോൾ വലിയൊരു കുഴപ്പമുണ്ട്, തിയറി അറിയില്ലെങ്കിൽ. അച്ഛൻ നമ്പൂരി ഹോമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മകൻ വളർന്ന് കണ്ടാൽ മനസ്സിലാകുന്ന പ്രായമായപ്പം വീട്ടിലുള്ള പൂച്ചയെ ആദ്യം അച്ഛൻ നമ്പൂരി കെട്ടിയിടുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് ചരട് കൊണ്ടുവന്ന് കെട്ടി അവിടെ ഇട്ടു. കാരണം അല്ലെങ്കിൽ നെയ്യ് അത് നക്കും. നെയ്യ് നക്കാതിരിക്കാനാണ് കിട്ടുന്നത്. അതിനതൊന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞാണ് ഹോമമൊക്കെ ചെയ്തത്. അച്ഛൻ നമ്പൂരിയും മരിച്ചു, പൂച്ചയും ചത്തുപോയി. അത് കഴിഞ്ഞ് മകൻ ചാർത്തെഴുതുമ്പോൾ എഴുതും കറുത്ത പൂച്ച എണ്ണ ഒന്ന്, അത് ആദ്യം ഉണ്ടാവും. പ്ലാസ്റ്റിക് ചരട് ഇത്ര നീളം. ഇതുപോലായി തിയറി ഇല്ലാതെ പ്രാക്ടിക്കൽ പഠിച്ചാൽ മനസ്സിലായി നേരിക്കുന്നു. അതാണ് പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നത്. അതുകൊണ്ട് ഏത് പ്രാക്ടിക്കൽ പഠിക്കുമ്പോഴും അതിൻ്റെ തിയറി ചോദിച്ച് മനസ്സിലാക്കണം. തിയറി അറിയാത്ത ചില കാര്യങ്ങളുണ്ട്, തിയറി ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നിഷ്ടാദിയാണ്. അപ്പോൾ സത്യസന്ധനാണ് പറഞ്ഞു കൊടുക്കുന്നയാളെങ്കിൽ ഒരു കഷായം എഴുതി ഇത് എങ്ങനെയാണ്, ഇവിടെ ഒരു നിവർത്തിയില്ല, താൻ എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രോഗിയെ ഒഴിവാക്കാൻ എനിക്കൊരു നിവർത്തിയില്ല. ഞാൻ പലതും കൊടുത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അയാൾ എന്നെ തന്നെ ശല്യപ്പെടുത്തുകയാണ്. എൻ്റെ അടുക്കൽ നിന്ന് അയാൾ പോകുന്നില്ല. എനിക്കറിയാവുന്ന യോഗങ്ങളൊന്നും അതിന് ഫലപ്രദമായി തിയറി വെച്ച് നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ 2-3 ദിവസമായി എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഇന്ന് വരുമെന്നറിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന സാധനം കൊട്ടൻ ചുക്കാതിയല്ല, ബലാഹടാദിയല്ല. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് തന്നിഷ്ടാദിയാണ്. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി അവൻ കഴിക്കാം. അതിന് തിയറിയില്ല, പ്രാക്ടിക്കലില്ല. ഇനി ഒരാൾക്ക് എഴുതാൻ എന്നോട് പറഞ്ഞാൽ എനിക്കറിയത്തുള്ളൂ. ക്ലിയർ? ഇതാണ് അതിൻ്റെ കറക്റ്റ് വേ. അത് ശരിക്ക് ഈശ്വര നിശ്ചയം പോലെ അതങ്ങ് ഒക്കും. അത് ഒത്തുകഴിഞ്ഞാൽ ഇവൻ വന്ന് അടുത്തോണ പറയും, ഇത് അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ടാണ് മറ്റതൊക്കെ എന്നെ കുടിപ്പിച്ചത്, ഇത് പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഓർമ്മയില്ല എന്താ എഴുതി കൊടുത്തത്. അപ്പോൾ അടുക്ക നിൽക്കുന്ന ആൾ ചോദിക്കും, ആ കഷായത്തിൻ്റെ കുറിപ്പടി ഒന്ന് വേണമായിരുന്നു, കാരണം മഹാരോഗമാണ്. അപ്പോൾ ഇയാൾക്കും അറിയില്ല. അപ്പോൾ പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇവിടെ താൻ ആ കുറിപ്പടി ഒന്ന് കൊണ്ടുപോയി ഇയാൾക്ക് കൊടുത്തേക്കും. കാരണം ഇത് വേറൊരുത്തന് കൊടുത്താൽ ഫലിക്കണം എന്നില്ല. കാരണം ഇത് തന്നെ ഇഷ്ടാദിയാണ്. ക്ലാസിക്കൽ ടെക്സ്റ്റിലൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഫലിച്ചു എന്ന് പറയാം, ചിലപ്പോൾ ഫലിച്ചില്ല. അത് ആ
രോഗി അയാളെ എത്ര ശക്തമായി വേദനിപ്പിച്ചു, അയാളുടെ സോമത്തെ എത്ര കണ്ട് ഇളക്കി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറിയ മാറ്റമാണ്. അതാണ് അതിൻ്റെ വ്യതിയാനം. അങ്ങനെ വരുന്നതെല്ലാം ഔഷധ കൽപ്പനയിലൊക്കെ ഉണ്ട്. പല വൈദ്യന്മാരും തന്നിഷ്ടാതി കുടിക്കുന്നവരാണ് പഴയ ആളുകൾ. പുതിയ ആളുകൾ അങ്ങനെയൊന്നും സീരിയസ് ആയിട്ട് രോഗികളുമായി ഇടപെടാറുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റത് പഴയ ആളുകളെ രോഗികൾ വല്ലാതെ വിഷമിപ്പിക്കും. അപ്പോൾ അവർക്ക് അതല്ലാതെ പറ്റില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രയോഗങ്ങളിലേക്ക് കിടക്കാം. പ്രയോഗങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സംശയം എല്ലാം തീർന്നെങ്കിൽ, ഇനിയും ഇത്തരം സംശയം വല്ലതും ഉണ്ടെങ്കിൽ നമുക്കങ്ങ് തീർത്തു പോവാം. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ ഏകപക്ഷീയമായി ഇത്രയും ദൂരം ചവിട്ടി വന്നിട്ട് സ്വാമിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമായത്, നമുക്ക് പല സംശയവും അന്നേരം ഉണ്ടായിരുന്നു, ചോദിച്ചില്ല. എന്നിട്ട് പരസ്പരം ചോദിക്കും. പരസ്പരം ചോദിച്ചു കഴിയുമ്പം ഉഴിഞ്ഞയോട് ബന്ധപ്പെട്ടെടുത്ത ക്ലാസ്സിനെ സംബന്ധിച്ചോ അതല്ല ജനറലായിട്ടോ ഉണ്ടെങ്കിൽ അങ്ങ് തീർത്തിട്ട് കയറാമെന്ന് വെച്ചാൽ. ദശപുഷ്പങ്ങൾ എല്ലാം ഫലവത്താണ്. അവയിൽ ഓരോന്നിൻ്റെയും ദേവതയെയും അതിൻ്റെ പ്രയോഗ സാമർഥ്യത്തെയും അറിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏക ഔഷധമായും യോഗ ഔഷധമായും ഉപയോഗിക്കാൻ പറ്റിയതാണ്. വളരെ ഫലപ്രദമാണ്. അവയെ ഏകൌഷധമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഒറ്റമൂലികകൾ പലപ്പോഴും ദശപുഷ്പങ്ങളാണ്. പലതിനും ഉപയോഗിക്കുന്ന ഒറ്റമൂലികകൾ എടുത്താൽ അവയിൽ പലതും ദശപുഷ്പങ്ങളിൽപ്പെട്ടതാണ്. അല്ലാതെ വരുന്ന സെൻസിറ്റീവ് പ്ലാന്റ്സിൽ നിലംപരണ്ട, കീഴാർനെല്ലി, അങ്ങനെ കുറേ എണ്ണമാണുള്ളത്. അത് കുറേ ഐറ്റങ്ങളുണ്ട്. കൂവളം നക്ഷത്രവൃക്ഷങ്ങളിൽപ്പെട്ടതാണ്. തുളസി ദിവ്യ ഔഷധങ്ങളിൽപ്പെട്ടതാണ്. ദിവ്യ ഔഷധങ്ങളിൽപ്പെട്ടതൊക്കെ ഉപയോഗിക്കുന്നതിന് അവ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കൂവളത്തിൻ്റെ ഇലയും തുളസിയുടെ ഇലയും ഒക്കെ ദീർഘകാലം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല. ചെറുകടലാടി ഔഷധ സസ്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷേ ഇത് രണ്ടിലും പെട്ടതല്ല. അത് കാരണം വെച്ചാൽ വൈദിക ഔഷധങ്ങളിൽപ്പെട്ടതാണ്. വൈദിക ഔഷധങ്ങളുടെ പട്ടികയിൽ കുറേ എണ്ണമുണ്ട്. അതിൽപ്പെട്ടതാണ് ചെറുകടലാടി, അപാമാർഗ. അപാമാർഗയുടെ സ്തുതി തന്നെ ഏതാണ്ട് 15 സൂക്തത്തോളം വരും വേദങ്ങളിൽ. അത് സോമത്തോട് ബന്ധപ്പെട്ടതാണ്. കണ്ണുടച്ചു കൊടുക്കാവുന്നതാണ്. അപാമാർഗ ചെറുകടലാടിയും ഉപയോഗിക്കും, വൻകടലാടിയും ഉപയോഗിക്കും. അപാമാർഗ എന്ന് പറയുന്നത് വൻകടലാടിക്കും ചെറുകടലാടിക്കും അപാമാർഗ എന്ന് തന്നെയാണ് പറയുന്നത്. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്ക് രോഗം മാറും. പിന്നെ എന്തിനാണ് ഈ അടുപ്പിച്ച് ഒരുപാട് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ആവശ്യമേ വരില്ല. കുറച്ച് നാൾ മതിയാണ്. കടലാടിയൊക്കെ വളരെ നല്ല ഔഷധമാണ്. അങ്ങനെ അതിന് മാത്രം അളവിൽ കൊടുക്കുമ്പോഴേ ഛർദ്ദിക്കുകയുള്ളൂ. ചെറിയ അളവിൽ കൊടുക്കുമ്പോൾ ഛർദ്ദിക്കില്ല. മോക്ഷമി എന്ന സംസ്കൃത വേർഡല്ല. മോക്ഷമി എന്നുള്ളത് നാടൻ പദമാണ്. പാലക്കാട് ജില്ലയിൽ ഉപയോഗിക്കുന്നതാണ്. അതെ, അതാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇല്ല, ദശപുഷ്പങ്ങളിൽ ഒന്നിനും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, പാർശ്വഫലങ്ങളൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഛർദ്ദനം പാർശ്വഫലമായിട്ട് പറയാം. സമൂലം ചേർക്കും. അവർ സമൂലം അരച്ച് പിഴിയും. നീര് പിഴിഞ്ഞൊഴിക്കുന്നവരുണ്ട്, അരച്ച് ചേർക്കുന്നവർ. അവർ പല സാധനങ്ങളും ഭക്ഷണത്തോടൊപ്പം ചേർക്കും. ഏറ്റവും കൂടുതൽ ഔഷധങ്ങൾ ആയിട്ടുള്ള ഇലകൾ ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പം കേരളീയരാരും ഉപയോഗിക്കാറില്ലാത്ത, സമീപകാലത്ത് ഉപയോഗിക്കാറില്ലാത്ത, വളരെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് മുത്തിള്, കുടവൻ. അവിടെ അത് ചീര വയ്ക്കുന്ന കൂടെ സാധനം കിട്ടുന്നതാണ്. വല്ലാര ഖീര എന്ന് പറയും.
അതുപോലെ മണിത്തക്കാളി അവർ കണ്ടമാനം ഉപയോഗിക്കുന്നതാണ്. ചങ്ങലം വരണ്ട ഉപയോഗിക്കും, മണിത്തക്കാളി ഉപയോഗിക്കും. അല്ല, ചങ്ങലം വരണ്ട ഇവിടെയും ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കും. ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ മാത്രം ഇടിച്ചു കൂട്ടുമ്പോൾ ഉപയോഗിക്കും. ലിവറിന് ഏറ്റവും നല്ലതാണ്, വിഷത്തിനും നല്ലതാണ്. അവർ ഇതെല്ലാം ഉപയോഗിക്കും. അവരിതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങളും അവരുണ്ടാക്കും. പപ്പടം മുതലായതൊക്കെ ഉണ്ടാക്കും. അവരുടെ പപ്പടത്തിനകത്തൊക്കെ ഒരുപാട് ഔഷധമൂല്യമുള്ള സാധനങ്ങൾ ചേർന്നാണ് പപ്പടം വരുന്നത്. അവർ എല്ലാ സാധനത്തിലും, പപ്പടത്തിൽ മാത്രമൊന്നുമല്ല, ഇഡ്ഡലി ആയാലും ദോശയായാലും അതിലൊക്കെ ഇലകൾ പലതും ഉപയോഗിക്കും. ഇലകൾ ഉപയോഗിച്ചുള്ള ഒരുപാട് പണികൾ തമിഴ്നാട്ടിലുണ്ട്. അതുപോലെ തന്നെ അരി ഉപയോഗിച്ചുള്ള ഒരുപാട് തരം കഞ്ഞികളുണ്ട്. അത് വഴിയരിയിലൊക്കെ കിട്ടും. പായസം പോലെയും കഞ്ഞിയായിട്ടും ഒക്കെ കിട്ടും. കുടിക്കാൻ കുളിർത്തായിട്ടും ഒക്കെ കിട്ടും. ബസള അത് തന്നെ. അത് 2 വെറൈറ്റി ഉണ്ട്, വെള്ളയും ചുവപ്പും. രണ്ടും നല്ലതാണ്. നമുക്ക് ഇതിലേക്ക് കയറാമെന്ന് തോന്നും. സമയം എന്തായി? അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ടാകാം. സോമത്തിൻ്റെ അതാ കാസറ്റ് വാങ്ങിച്ചാണ്. ആ കാസറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാവും. ഒറ്റ വാക്കിൽ പറയാവുന്നതല്ല. അതുകൊണ്ട് നല്ലത് ആ കാസറ്റ് വെച്ച് നിങ്ങൾ കേട്ടാൽ എളുപ്പമാവും. അതായത് ഭാരതീയ സങ്കല്പപ്രകാരം അഗ്നി സോമങ്ങളെയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമായി പറയുന്നത്. അത് വെച്ചിട്ടാണ് സോമത്തെക്കുറിച്ച ക്ലാസ്സുകൾ. മറ്റേ താന്ത്രിക പ്രാധാന്യത്തിൽ സൂര്യൻ, സോമൻ, അഗ്നി, ഇത് 3 എണ്ണമാണ്. അഗ്നി സ്വാധിഷ്ഠാനത്തിലും സൂര്യൻ അനാഹതത്തിലും സോമൻ മുകളിൽ സഹസ്രാരത്തിലും ഇരിക്കുന്നുവെന്നുള്ള സങ്കല്പത്തിലാണ് അതിൻ്റെ പോക്ക്. അപ്പോൾ സോമസങ്കല്പങ്ങളിലേക്ക് എത്തിയാൽ അയാൾ പൂർണ്ണനായെന്നാണ്. അതിനുള്ള ഉപാസനകളൊക്കെ അവിടെയുണ്ട്. അത് ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും 2 പദ്ധതികളുമുണ്ട്. അതനുസരിച്ചുള്ള ഉപാസനാ രീതികളെ ആചാര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയൊക്കെ ആ വഴിയിൽ പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പരമഗുരുവായിരുന്ന ഗൗഡപാദ മഹാശയൻ്റെ സുഭഗോദയം ആ വഴിയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ ഇപ്പം നിങ്ങൾക്ക് കയറി പിടിക്കാനൊന്നും ആവില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നറിഞ്ഞാൽ വലിയൊരു കുഴപ്പമുണ്ട്. കാരണം വെച്ചാൽ പഠിക്കാതെ ഇതുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് പഠിച്ചു എന്നുള്ളൊരു ബോധം വരും. അതാണ് മലയാളിക്കുള്ള വലിയ ഗുണം. പുസ്തകത്തിൻ്റെ ഹെഡിങ് വായിച്ച് പുസ്തകത്തിനകത്തെ അറിവുണ്ടാക്കുന്നവനാണ് മലയാളി. ഇത് മലയാളിക്ക് മാത്രമാണ് ആ കഴിവുള്ളത്, വേറെ ആർക്കും. അങ്ങനെ അബദ്ധവും പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ലങ്കാദഹനം പടം കാണാൻ പോകുന്നത്. പണ്ടെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സായ ഒരു ലങ്കാദഹനം എന്ന് കേൾക്കുമ്പോൾ പുണ്യപുരാണ ചിത്രമാണെന്നോർത്ത് പടം കാണാൻ പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സാധനം വേറെയാണ്. പിന്നെ കൊട്ടായക്കാരനെയും പടമെടുത്തവനെയും തെറി വിളിച്ചിട്ട് പോരുന്നു എന്ന് പറഞ്ഞ പോലെ ആവും. അത് നല്ലപോലെ അറിയാവുന്നവരാണ് ഇപ്പോഴത്തെ ഈ എഴുത്തുകാർ പലരും. അതുകൊണ്ട് അതുകൊണ്ട് അവർ ഇതൊക്കെ, കാരണം വെച്ചാൽ അവരിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ എരിശ്ശേരി വെച്ചിട്ടുണ്ട്. അതിപ്പോഴത്തെ പുതിയ പാചകകല അനുസരിച്ച് ലക്ഷ്മി നായരുടെയും
മറ്റേ ആ തടിയൻ ഒരുത്തനുണ്ടല്ലോ, അവരുടെയൊക്കെ പാചകകല അനുസരിച്ച് ഈ പഴയ സാധനങ്ങളെടുത്ത് ഒന്നുകൂടെ വറുത്ത് പൊരിച്ച് വീണ്ടും കറിയാക്കുക. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. എരിശ്ശേരിയായിട്ട് കൂട്ടാൻ അവർ സമ്മതിക്കില്ല. എരിശ്ശേരി എടുത്തിട്ട് പതുക്കെ ഒന്നുകൂടെ വറ്റിച്ച് അത് വെളിച്ചെണ്ണയിലോ നെയ്യിലോ വറുത്ത് വീണ്ടും വെള്ളം ഒഴിച്ചൊരു കറിയാക്കിയിട്ട് അതിനൊരു പുതിയ പേരിടുക. അതാണ് MT വാസുദേവൻ നായരും മറ്റുള്ളവരുമൊക്കെ ചെയ്തത്. അത് സഹിക്ക വയ്യാതായപ്പോഴാണ് ഈ നാട്ടുകാർ പതുക്കെ കയറി വീക്കാനൊക്കെ തുടങ്ങുന്നത്. ഈ അവനവൻ്റെ ഭാവനയ്ക്കനുസരിച്ച് പുതിയ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചാൽ പോരെ. അതിന് പകരം രാമനെയും ലക്ഷ്മണനെയും സീതയെയും രാമായണത്തെയൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ട് വേണോ എഴുതാൻ. എന്നിട്ട് എന്താ പറയുക, എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം കൂടുമ്പോൾ നാട്ടുകാർ കയറി പതുക്കെ ഇവൻ്റെ കുടുംബത്തിൽ ആവിഷ്കാരം ചെയ്യാൻ ചെല്ലുമ്പോഴാണ് പിന്നെ തല്ലാകുന്നത്. അതുകൊണ്ട് അതിനൊന്നും ഇടവരുത്തരുത്. മനുഷ്യാവകാശമാണല്ലോ ഇതും. അതൊന്നും വെച്ചല്ല, പേരെടുക്കാൻ എളുപ്പം ഇതാണ്. ഈ വല്ലവൻ്റെ എരിശ്ശേരി ഒന്നുകൂടെ കടുക് ഉറക്കുന്നതാണ് പേരെടുക്കാൻ എളുപ്പമുള്ളത്. അതുകൊണ്ടാണ് വ്യാസനും വാൽമീകിക്കുമൊക്കെ ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കയറി പിടിച്ച് വീണ്ടും എഴുതാമെങ്കിൽ നമുക്കും ഒരല്പം, കാരണം ആളുകൾ ശ്രദ്ധിക്കും, അത്രയേ ഉള്ളൂ. ഒരു തോന്നലുണ്ടാവും. കാരണം ഈ വലിയ പക്ഷി താഴെ വരുമ്പോൾ ചെറിയ കിളി അതിൻ്റെ പുറത്ത് കയറിയിരിക്കും. എന്നിട്ട് ഇത് പറന്ന് വളരെ ഉയരെയാകുമ്പോൾ ഇതിന് ഒറ്റയ്ക്ക് പറന്ന് പോകാൻ പറ്റില്ല. ഇതങ്ങ് പൊക്കത്തിലെത്തുമ്പോൾ അതിൻ്റെ പൊക്കത്തിൽ നിന്നൊരു അരയടി കൂടുതൽ പോയാൽ ഇത് മാറിപ്പോയാൽ സംഗതി പോയി. അതുകൊണ്ട് ഒരു അരയടി ഒന്ന് പൊങ്ങിയിട്ട് വന്ന് പെട്ടെന്ന് ഇതിൻ്റെ പുറത്തിരിക്കും. എന്നിട്ട് താഴെ ഒന്ന് മാറിയിരുന്ന് ഇതിനെ നോക്കും, ഞാനോ നീയോ വലുതെന്ന്. മനസ്സിലായി? അങ്ങനെ വ്യാസനെയും വാൽമീകിയെയും ഒക്കെ നോക്കാൻ MT വാസുദേവൻ നായരും കൂട്ടരുമൊക്കെ തയ്യാറാകുന്നതായി ഇതിൻ്റെ ഭാഗം. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാം, ഈ പോത്തിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൻ്റെ പുറത്ത് കാക്ക കാഷ്ടിക്കും. എന്നിട്ട് കാക്ക മാറിയിരുന്ന് നോക്കും, നീയാണോ ഞാനാണോ വലുത്, നിൻ്റെ പുറത്ത് കാഷ്ടിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പം ആ പ്രയോഗമാണ് ഇത്. നിങ്ങൾക്ക് പിടിക്കുന്ന കാര്യമൊന്നുമല്ല, നിങ്ങളുടെ ആരാധകരായ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ല, പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖം വരില്ല. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച് മേടിക്കുന്നതുമാണ്. അപ്പോൾ ഇനി ചോദ്യമില്ലാന്ന് വിചാരിക്കാം. ഉപാസന ഇതിന് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ആയുർവേദ ആചാര്യന്മാരും മറ്റുള്ളവരുമൊക്കെ വേണ്ടത്ര ഉപാസനയുള്ളവരും ശുചിയായി ജീവിച്ചവരും ഒക്കെ ആയിരുന്നു. വാക്കിൽ മിതത്വമുള്ളവരും ഒക്കെ ആയിട്ട് ജീവിച്ചതുകൊണ്ടാണ്. ഏറ്റവും നല്ല വഴി അതാണ്. പക്ഷെ അതിനൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പലതും നഷ്ടമാവും. ആ മര്യാദയിലൊക്കെ ജീവിക്കാൻ നിങ്ങൾ ഒരുങ്ങിയാൽ ഒരു ത്യാഗപൂർണമായ വ്യക്തിജീവിതവും കുടുംബജീവിതവുമായിരിക്കും നിങ്ങളുടെ. അടിച്ചുപൊളി ജീവിതം ഉണ്ടാവില്ല. ആകെ 10 or 100 കൊല്ലത്തെ ഒരു ജീവിതം, അത് അടിച്ച് പൊളിച്ച് ജീവിക്കണ്ടേ. എ പീസ് ഓഫ് സോങ്, എ ഗ്ലാസ് ഓഫ് ഷെറി ആൻഡ് മൈ ഡാർലിംഗ് യു സിറ്റ് ബിസൈഡ് മീ ഡാൻസിങ് എന്ന് ഒമർ ഖയ്യൂം പറഞ്ഞതുപോലെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക. വെളുപ്പിനെ കിടന്ന് ആപ്പീസിൽ കയ്യും വെച്ച് കിടന്ന് ഉറങ്ങേണ്ടതിന് പകരം അന്നേരം എഴുന്നേറ്റ് കുളിക്കുക. വല്ല വിഡ്ഢികളും ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യണം. കാലത്തേറ്റ് കുളിക്കുക, രാവിലെ പല്ല് തേക്കുക, അതോ കുളിക്കുമ്പോഴൊക്കെ നനയ്ക്കണം, ഡ്രസ്സൊക്കെ നനയ്ക്കുക. നനയ്ക്കാൻ പറ്റുമോ? നനയ്ക്കാവുന്നത് മേടിച്ച് കഴിഞ്ഞാൽ എന്നും നനയ്ക്കണ്ടേ, വെള്ളം വേണ്ടേ, പോരണ്ടേ വെള്ളം. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിലൊന്ന് നനയ്ക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി, വർഷത്തിലൊന്നാണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാം. നനയ്ക്കുകയേ വേണ്ടാത്തതാണെങ്കിൽ ആകെ സന്തോഷം, രാവിലെ വലിച്ചു കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മനുഷ്യ മനസ്സ് മാറിക്കഴിഞ്ഞാൽ എളുപ്പമാണ് മനുഷ്യൻ നോക്കുന്നത്.
ഭക്ഷണം ശുചിയായി ഉണ്ടാക്കി കഴിക്കുക. ശുചിയായി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ചിലവ് വളരെ കൂടും. എന്തെങ്കിലും തിന്നാൽ മതിയെങ്കിൽ ചിലവ് കുറയും. ചിലവ് കുറയ്ക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശുചിയായി ഒരാൾ അവനുള്ള ഭക്ഷണം തന്നെ ഉണ്ടാക്കുകയോ പണിക്കാരെ വെച്ചുണ്ടാക്കുകയോ ചെയ്താൽ എങ്ങനെ ചുരുങ്ങിയാലും ഒരാളിൻ്റെ ഒരു ദിവസത്തെ ചിലവിന് 200 രൂപ വേണം. അത് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ശുചിത്വമൊക്കെ അതിന് കുറവായിരിക്കും. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നം. എങ്ങനെ വന്നാലും വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ് പുറത്തുനിന്ന് മേടിച്ചാൽ. ജയിലിൽ നിന്ന് കിട്ടുന്നത് തന്നെയൊന്നുമല്ല. നിങ്ങൾ സാധാ കടയിൽ പോയി വാങ്ങിക്കുന്നത് പോലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ്. ഒരു സംശയമില്ല. വീട്ടിലാകുമ്പോൾ ഇത് പേറ്റണം, പെറുക്കണം, അതിനകത്തെ കല്ലും കട്ടയൊക്കെ കളയണം, ഇത് അരിക്കണം, ഒരുപാട് പണിയുണ്ട്. പച്ചക്കറി കഴുകണം, സമയം പോവും, പാത്രം കഴുകണം, അതിനുള്ള ചിലവെല്ലാം കണക്കാക്കണം. എല്ലാ ചിലവും കണക്കാക്കിയാൽ 200 രൂപ ഒരാളുടെ ചിലവാണ്. ഒരാൾക്ക് ശരാശരി 200 രൂപയുടെ ചിലവ് വരും. മറിച്ച് പുറത്തുനിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇതൊന്നും ചിലവ് വരില്ല. കാരണം ഇത് കഴുകുമോ? ഇപ്പോൾ അമ്പലത്തിലൊക്കെ പ്രസാദമാണെങ്കിൽ തന്നെ ചാക്കോട് കൂടി കൊണ്ടുവരുന്ന സാധനം നേരെ ചാക്ക് അഴിച്ചിട്ട് നേരെ അങ്ങ് തട്ടുകയാണ്. ആയുർവേദ സ്ഥാപനങ്ങളിലാണെങ്കിലും അതെ, പാത്രമൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ടാവും. കഷായത്തിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ നേരെ കൊണ്ടുവന്ന് ഒറ്റ തട്ടാണ്. അതിനകത്ത് പെറുക്കാനും തിരിയാനും എലിക്കാട്ടം മാറ്റാനും ഒന്നും നേരമില്ല. എലിക്കാട്ടം പുലിക്കാട്ടം എല്ലാം വരുന്നതാണ്. അതെല്ലാം ഒന്നിച്ച് നേരെ തറയ്ക്കുന്ന മെഷീൻ്റെ അകത്തേക്ക് തട്ടും. അത് തറച്ച് അപ്പുറത്തൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ പൊടിക്കുന്ന മെഷീൻ്റെ അകത്തേക്ക് പോകും. അത് അവിടുന്ന് നേരെ അടുത്തതിലേക്ക് പോകും. അങ്ങനെ പാക്ക് ചെയ്ത് റെഡിയായിട്ട് ഇങ്ങനെ വരും. അതിൽ ആളുകൾ തലയിൽ തലപ്പാവൊക്കെ വെച്ചിട്ടുണ്ടാവും. വളരെ ഗംഭീരമായിരിക്കും സാധനമൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ ചെല്ലുന്ന വലിയ ഹോട്ടലുകളിലാണെങ്കിലും അതെ, അവൻ തലപ്പാവൊക്കെ വെച്ച് കയ്യിൽ ഡാൻസും ഒക്കെ ചെയ്ത് വരും. അത്രേ ഉള്ളൂ. മറ്റേ സാധനം അവിടെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും ആരും നോക്കാൻ പോകുന്നില്ല. അതറിയണമെങ്കിൽ അവിടെ ചെന്നിട്ട് പതുക്കെ വലിയ ഹോട്ടലിൽ ചെന്നിട്ട് പതുക്കെ യൂറിനിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കാലമായത്. അതാണ് ഇഷ്ടപ്പെടുന്നത് ആളുകൾ. അതിൽ തെറ്റു പറയാനൊന്നും പറ്റില്ല. മറ്റത് ഉപാസന എന്ന് പറയുമ്പോൾ അത് ശുചിത്വത്തോടുകൂടി പോകണം. വളർത്തുന്ന പശുക്കളെയൊക്കെ കുളിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ലിറ്റർ പാലെടുക്കുമ്പോഴേക്ക് 100 രൂപ വില വരും. 50 രൂപയെ കുറഞ്ഞ് ഒരു കാരണവശാലും പാല് കിട്ടില്ല. പാല് ആകെപ്പാടെ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുപോയി കൊടുത്താൽ 30 രൂപയെ കിട്ടുള്ളൂ. 30 രൂപയ്ക്ക് പാലെങ്ങനെയാണ് കൊടുക്കുന്നത്? പിന്നെ സാധാരണക്കാരന് ഈ ശുചിത്വത്തോടുകൂടിയാണ് ഉണ്ടാക്കുന്നത്. അവനന്നേരം അവൻ്റെ കൂലി കണക്കാക്കുന്നില്ല. അവൻ വളർത്തുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അവന് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെ ഈ പണിക്ക് നിൽക്കുകയില്ല. അന്നേരം അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യ നിൽക്കുകയല്ലേ പണിക്ക്. ഭാര്യ പറയും നിങ്ങൾ വളർത്തിക്കൂ, എന്നെക്കൊണ്ട് പറ്റില്ല. എൻ്റെ പിള്ളേർക്ക് കുടിക്കാനുള്ള പാലിന് ഒരു പശുവിനെ വേണമെങ്കിൽ ഞാൻ കഷ്ടിച്ച് നോക്കുന്നതിന് സമ്മതിക്കാം. ഒന്നിൽ കൂടുതൽ എന്നെക്കൊണ്ട് പറ്റില്ല. നാട്ടുകാരെ എല്ലാം പാല് കുടിപ്പിക്കാൻ വേണ്ടി 30 രൂപയ്ക്ക് പാല് കുടിപ്പിക്കാൻ വേണ്ടി വരെ എനിക്ക് പണിയില്ലേ? വൈക്കോലിന് എന്താ വില? നടക്കുകയില്ല. ഞാനിതിന് കഞ്ഞിയും വെച്ച് കറിയും വെച്ചൊന്നും നിൽക്കാൻ എനിക്ക് നേരമൊന്നുമില്ല. ഒന്നാമത് നല്ല സീരിയൽ ഓടുമ്പോൾ അതുകൊണ്ട് വേറെ പണി നോക്കാൻ പറയും. അപ്പോൾ ഇവൻ പിടിയായ വിലയ്ക്ക് ഇതിനെ വിൽക്കും. അല്ലാതെ നിവൃത്തിയില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനവും മാർക്കറ്റിൽ കിട്ടുന്ന വിലയ്ക്ക് പ്രോപ്പറായ ഉപാസനയിലൂടെ വന്ന സാധനം കിട്ടില്ല. ജൈവവളത്തിൽ ശരിയായ രീതിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാടാണ്. അപ്പോൾ അതിന് വില കൂടുതൽ കൊടുക്കാൻ ജനം തയ്യാറാവില്ല. പക്ഷേ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം നിങ്ങൾ പോയി വാങ്ങിക്കുന്നതൊന്നും ജൈവവളമല്ല. നിങ്ങൾ ഉണ്ടാക്കുന്നത് കൊടുക്കാനല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ. അതിന് കോസ്റ്റ് കൂടും. അത് നേരെ മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ വെച്ചാൽ അത് ജൈവവളമൊന്നും ഉള്ളതല്ല. അതിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ജൈവം എന്ന പേരിൽ മറ്റേ സാധനം കൊടുക്കും. കാരണം ഇപ്പോൾ ആ പേരൊക്കെ വളരെ മാർക്കറ്റുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാം മാർക്കറ്റുള്ളതാണ്.
നിർമ്മലാനന്ദ സ്വാമി തൊട്ടനുഗ്രഹിച്ച സോപ്പ്, ചീപ്പ്, ഇങ്ങനെയൊക്കെ വിൽക്കും. അതൊക്കെ ജനം വാങ്ങിക്കും. സ്വാമി ഇടത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ലോക്കറ്റ്, വലത്തോട്ട് തിരിഞ്ഞിരിക്കുന്ന ലോക്കറ്റ് എന്നൊക്കെ പറഞ്ഞു വിൽക്കും. അതിനല്ലേ നിങ്ങൾ സ്വാമിയുടെ കൂടെ കൂടുന്നത്? അങ്ങനെ വല്ലതും ഒന്ന് വിൽക്കാൻ പറ്റുമോയെന്നറിയാം. പിന്നെ ഇത് ഒരിക്കലും മുതലാവില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എല്ലാം ഈ പേരിന് വേണ്ടിയുള്ള കച്ചവടമാണ്. അതുകൊണ്ട് പ്രോപ്പറായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഉപാസനാപൂർവം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് പ്രയോജനമാണ്, ലോകത്തിനും പ്രയോജനം. അതതിൻ്റെ സോമമാണ്, തർക്കമില്ല. ഈ ടെസ്റ്റ് കൊണ്ട് വല്ലതും തിരിച്ചറിയുമോ? ടെസ്റ്റ് കൊണ്ട് തന്നെ എല്ലാം തിരിച്ചറിയുമോ? പിന്നെ ഈ ടെസ്റ്റൊക്കെ ആളുകൾക്കൊരു വിശ്വാസം വരാം. അതൊക്കെ വലിയ അപകടമാണ്. അതൊക്കെ വലിയ അപകടമാണ്. അതറിയാനൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള കുക്കിംഗ് അല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് അത് നിങ്ങളെടുത്ത് കഴിക്കുമ്പോൾ അതിന് കരിഞ്ഞ ചുവയുണ്ടാവും. അതിനകത്ത് ഉണ്ടാക്കിയത് അടുക്കി പിടിച്ച ചുവയുണ്ടാവും. അത് നോക്കിയാലറിയാം. എന്തോ രണ്ട് പറയാം. ആ, ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്ന് പറഞ്ഞില്ല. ഞാനതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അല്ല, അത് ജനറലി ഒന്നാമത് ജാർഗൺ കൊണ്ട് കളിക്കും. അത് പഠിപ്പിക്കുമ്പോൾ ജാർഗൺ എവിടെയാണോ വരുന്നത് അത് മനസ്സിലാകാത്തതുകൊണ്ട്. അധ്യാപകർ പലരും നിലനിൽക്കുന്നത് അധ്യാപന വൃത്തിയിൽ ജാർഗൺ കൊണ്ടാണ്. ജാർഗൺ, ക്ലീഷെ എന്നൊക്കെയാണ് അതിനുള്ള പദം. അതിൻ്റെ മലയാളം എനിക്ക് കൃത്യം അറിയില്ല. അതുകൊണ്ടൊക്കെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ ഇട കൊടുക്കാതിരിക്കുക. ഇങ്ങോട്ട് ചോദിക്കരുത്. അത് പക്ഷെ അവനോട് പറഞ്ഞിട്ടില്ല ചോദിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും എല്ലാം ചോദിച്ചോളാൻ. പക്ഷെ അവൻ ചോദിക്കില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് ഇത് അറിയാൻ മേലെന്ന് പറഞ്ഞാൽ. അപ്പം നല്ല അധ്യാപകർ പലപ്പോഴും അവർക്ക് ഒരിക്കലും പിടികിട്ടാത്ത സാധനമുണ്ട്. ചിലർ എല്ലാവരും പറയില്ല. അവർ ചിലരെന്താ വെച്ചാൽ ക്ലീഷ ഉപയോഗിക്കും, അല്ലെങ്കിൽ ജാർഗൺ ഉപയോഗിക്കും. എന്നിട്ട് അത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലായില്ലടോ, മനസ്സിലായി. പിന്നെ പോയി ഇവനിരുന്ന് പേപ്പർ വാങ്ങിച്ച് എഴുത്താണ്. എന്തിനാണെന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ. ഇവനും പരീക്ഷ എഴുതി പഠിച്ചാണ്. എഴുതി പഠിച്ച് മനസ്സിലാകാതെ പരീക്ഷ എഴുതി ജയിച്ചു വന്ന് ഇവനും ഇതുപോലെ തന്നെ അല്പം പോലുമില്ല. പഴയ ആചാര്യന്മാർ ഗുരുകുല രീതിയിൽ പഠിപ്പിച്ചവരും പഠിക്കുന്നവർക്കും അല്പം പോലും ഉണ്ടാവില്ല. അവർക്ക് മനസ്സിലാകാതെ ഒന്നെങ്കിൽ ആ ക്ലാസ്സിൽ അവരുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലായില്ല. അതവർ പറയും, വേറെ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറയും. ആയുർവേദത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു ഭാഗം തന്ത്രയുക്തി വിചാരം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഒന്നും മനസ്സിലാകാൻ വിഷമമുള്ളതല്ല. തന്ത്രയുക്തി വിചാരം സ്വല്പം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് ശരിക്ക് പ്രഭാവത്തോട് ബന്ധപ്പെട്ടതായതുകൊണ്ടും അത് സജാതൃ പ്രത്യാരബ്ധം തുടങ്ങിയവയോട് ചേരുന്നതായതുകൊണ്ടും അതിനേക്കാളുപരി എല്ലാ യുക്തികൾക്കും വഴങ്ങാത്തതായതുകൊണ്ടും അത് വളരെ കുറച്ചേ ഇപ്പോൾ പഠിക്കാനുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? പേരേ പഠിക്കാനുള്ളൂ. മാത്രമല്ല റെഫറൻസ് ഗ്രന്ഥങ്ങളും വളരെ കുറവാണ് ആ രംഗത്ത്. ബാക്കിയുള്ളതൊന്നും അത്ര പ്രയാസം ഉണ്ടാവില്ല.
ഒന്നാമത് വാതപിത്ത കഫങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകണമെങ്കിൽ സാഖ്യ സിദ്ധാന്തങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും. സാഖ്യത്തിൽ കപിലൻ്റെയും ഈശ്വരകൃഷ്ണൻ്റെയും സാഖ്യകാരിക നന്നായിട്ട് പോയിട്ടുണ്ടാവും. അതിന്ന് പഠിക്കാനില്ല കാര്യമായി. ആ റഫറൻസിന് പേരേ കൊടുക്കുകയുള്ളൂ. പഠിക്കാനൊരു സാധനത്തിന് റഫറൻസിന് പേര് കൊടുത്താൽ ലൈബ്രറിയിൽ പോയിരുന്ന് ഇത് മുഴുവൻ ആര് റെഫർ ചെയ്യാനാണ്? റെഫർ ചെയ്താൽ എന്ത് മനസ്സിലാകാനാണ്? അത് സംസ്കൃതത്തിൽ എഴുതിയ പുസ്തകമാണ്. ആയുർവേദം പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് വൈശേഷികവും സാഖ്യവും. ദ്രവ്യവിജ്ഞാനം പദാർത്ഥവിജ്ഞാനമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികങ്ങളായ അറിവുകൾ കിടക്കുന്ന സാഖ്യം, വൈശേഷികം, ന്യായം, ഈ മൂന്നെണ്ണം അനിവാര്യമായി വരും. അവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്. പദാർത്ഥവിജ്ഞാനത്തിൽ ന്യായശാസ്ത്രത്തിൻ്റെയും ദ്രവ്യവിജ്ഞാനത്തിൽ വൈശേഷികത്തിൻ്റെയും ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും. വൈശേഷികം പ്രത്യേകിച്ച് വാത്സ്യായന കൃതമായിരിക്കുന്ന വൈശേഷികത്തിൻ്റെ ഭാഷ്യമുണ്ട്. അതൊക്കെ വെച്ച് പഠിച്ചിട്ടാണെന്ന് ഒരിക്കലും എളുപ്പമുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒന്നാമത്തെ കാര്യം പുറത്തുപോയി പഠിക്കാനുള്ള സൗകര്യമോ ഒന്നും ഇന്ന് ഇന്ത്യയിലില്ല. ഒരു സിലബസിനുള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇറങ്ങിപ്പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ് എന്നതുകൊണ്ട് എല്ലാവരും അറിയാൻ മേലാത്തവരാണെന്നുമല്ല പറഞ്ഞത്. പൊതുവേ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം വരും. പഠിപ്പിക്കുന്നവർക്ക് ആ സമയത്തേക്ക് പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ടാണല്ലോ മിക്കവാറും നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ കാണുന്ന ഒരു പ്രത്യേകത, ഇക്കൊല്ലം പ്രിപ്പയർ ചെയ്ത സാധനം അടുത്ത കൊല്ലവും പ്രിപ്പയർ ചെയ്യണം. സിലബസ് ഒന്നും മാറുന്നില്ലാത്ത ശാസ്ത്ര വിഷയങ്ങൾ പോലും ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കയറുന്നത്. ആം ഐ റൈറ്റ്? കാരണം ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ 10 കൊല്ലോ 15 കൊല്ലോ പഠിപ്പിച്ചാലും ഇത് തലയിലില്ല. നേരെ മറിച്ച് 5 വയസ്സിൽ കണ്ട സീരിയലിൻ്റെ കഥ തലയിൽ കിടക്കുകയാണ്. അത് ഒരു പ്രിപ്പറേഷനും വേണ്ട. മോഹൻലാൽ എത്ര പടത്തിൽ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്റർ ചോദിച്ചാൽ ഉത്തരം റെഡിയാണ്. അത് കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിപ്പിച്ച് അതൊക്കെ ക്വിസ് മാസ്റ്റർക്ക് മുഴുവൻ കാണാതെ അറിയാവുന്നതുകൊണ്ട് ക്വിസ് മാസ്റ്ററും എടുക്കാനായിട്ടിരിക്കും. ജീവിതത്തിൽ പ്രയോജനമുള്ള കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. സച്ചിൻ ടെണ്ടുൽക്കർ എത്ര 6 അടിച്ചു, എത്ര സെഞ്ചുറി ആയി. അതൊക്കെ ലോകത്തിലെ പൊതുവിജ്ഞാന ശാഖയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് അതൊക്കെയാണ്. നമ്മുടെ പൊതുവിജ്ഞാനം ഇങ്ങനെ മാറിയതോടുകൂടി നമ്മുടെ ജീവിതത്തിന് കൊള്ളാവുന്ന പൊതുവിജ്ഞാനമൊന്നും ഇല്ലാതായി. ഇതാണ് അതിൻ്റെ വ്യത്യാസം. പിള്ളേരെയും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് പഠിപ്പിക്കും. ഒരു 5 കൊല്ലത്തെ പേപ്പർ ശരിക്ക് കട്ട് ചെയ്ത് ന്യൂസ് ശരിക്ക് പഠിച്ചാൽ IAS IPS എന്ന് ജയിക്കും. വേറെ ഒരു പ്രിപ്പറേഷനും വേണ്ട. കാരണം അതിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ ഇത്തരമാണ്. കാരണം ഇതൊക്കെ അറിയുന്നവനാണ് അവിടെ ചോദ്യകർത്താവായിട്ടിരിക്കുന്നത്. അവൻ ചോദ്യം ചോദിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. ഇത് പാസ്സായി വരുന്നവനാണ് ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഭരിക്കുമ്പോഴാണ് പാറ്റൂർ കുംഭകോണമൊക്കെ നടക്കുന്നത്. അതിലാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിൽ പറ്റാത്ത നിർഭാഗ്യവാന്മാരാണ് നിങ്ങളിങ്ങനെയൊക്കെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നത് പോകുന്നത്. മണിയണ്ട എന്നെ നോക്കുന്നില്ല, പകരം എൻ്റെ ചോദ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ അവനെ നോക്കുകയാണ്. എത്രയായി? 1:30. 1:20. അപ്പോൾ ഇനി ഭക്ഷണം കഴിഞ്ഞ് വന്നിട്ട്
ഇത് എത്ര നേരത്തേക്കാണ് നീ ഉദ്ദേശിച്ചത്? എനിക്ക് തീരുമാനമൊന്നുമില്ല. ഒരു മിനിറ്റ്, എനിക്ക് തീരുമാനമില്ല. നീയാണ് സംഘാടകൻ. പിന്നെ അവർ മറ്റേ പ്രദേശം സംഗീതം കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ അവർ അന്നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വില്ലന്മാർ പുറത്ത് പോയി എന്ന് പറഞ്ഞത്. ഞാനിവിടുന്ന് അങ്ങോട്ട് ഇടയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അവർ പറഞ്ഞു, കാരണം എന്ന് വെച്ചാൽ രവിച്ചേട്ടൻ വലിയ കാര്യമായിട്ട് രവിച്ചേട്ടൻ്റെ ഒരു ക്ലാസ് ഒറ്റപ്പാലത്ത് വെച്ച് നടത്താമെന്ന് വിചാരിച്ച് പതുക്കെ അയ്യർജിയും അമ്മയൊക്കെ കൂട്ടി പതുക്കെ വന്നതാണ്. അപ്പോൾ അത് സ്വാമി ക്ലാസ് എടുത്ത് ആകപ്പാടെ ഉള്ള അവസരം കളഞ്ഞു, കുളവാക്കി എന്ന് അവർ രണ്ടുപേരോട് എന്നോട് പറഞ്ഞു. ആദ്യം എന്നോട് നേരെ പറഞ്ഞത്. അവിടെ വന്നെങ്കിൽ അവരാ പറഞ്ഞേ, നീ ഉടനെ അയ്യപ്പദേവനെയാ നോക്കിയത്. അതായിരിക്കും, അതെനിക്കറിയില്ല. അതിനൊരു സോമം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എത്ര മണിവരെയാണ് നീ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇവരൊക്കെ വീട്ടിൽ പോകേണ്ടവരൊക്കെ ആയതുകൊണ്ടാണ് ചോദിച്ചു. ഉച്ച കഴിഞ്ഞും കുഴപ്പമില്ല. ഏതായാലും ഉച്ച കഴിഞ്ഞും ആകാവുന്നിടത്തോളം നമുക്ക് നോക്കാം. പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞേക്കുക. അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ചോളുക. അത് കഴിഞ്ഞ് ക്ലാസ്സിന് വന്നിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഏത്? അതിന് കുഴപ്പമൊന്നുമില്ല. ഏത് ക്ലാസ് കൊണ്ട് വെച്ച് നടത്താം, ബുദ്ധിമുട്ടൊന്നും. ഏത് ക്ലാസ് കൊണ്ട് വെച്ച് നടത്താം, അതിന് ആളുണ്ടെങ്കിൽ.